السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, പ്രവാചക നിന്ദക്കെതിരെ സംസാരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്നു. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ലോകത്ത് ഏതു കാലഘട്ടത്തിലും അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ലോകാന്ത്യം വരെ വിധേയമാകുന്ന മഹത് വ്യക്തിത്വമാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പല നിലക്കുമുള്ള പരിശ്രമങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചക നിന്ദകർ അകത്തു നിന്നും പുറത്തു നിന്നും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായ അല്ലെങ്കിൽ വലിയ പ്രസക്തിയില്ലാത്ത ഒന്നായി ആരും തെറ്റിദ്ധരിക്കരുത്. നേരെമറിച്ച് വളരെയധികം ആസൂത്രിതമായി തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടുവാനുള്ള പരിശ്രമങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരു ഭാഗത്ത് പ്രകടമായി തന്നെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പരിശ്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ഇസ്രയേലി പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം നടത്തിയൊരു പരാമർശം, there will be no Palestine state. ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇല്ല, നേരെമറിച്ച് ഇനി ഇവിടെ ഉള്ളത് ഇസ്രയേൽ മാത്രമാണ് എന്ന ഒരു പ്രഖ്യാപനം നമ്മളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത്തരമൊരു പ്രഖ്യാപനം നെതന്യാഹു എന്ന ഇസ്രയേലി പ്രധാനമന്ത്രി നടത്തുമ്പോൾ അത് കേവലം രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഒരു പ്രസ്താവന മാത്രമല്ല, നേരെമറിച്ച് മതപരമായി കൂടി പ്രസക്തമായ ഒരു പ്രഖ്യാപനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിൽ, രാഷ്ട്രങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അമേരിക്കയും ചൈനയും തമ്മിൽ, റഷ്യയും അയൽ രാജ്യങ്ങളും തമ്മിൽ, ഇന്ത്യയും മറ്റു പ്രദേശങ്ങളും തമ്മിലൊക്കെ ഉണ്ടാകുന്ന ഭൗതികമായ താൽക്കാലികമായ പൊളിറ്റിക്കലി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെപ്പോലെയല്ല യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം. ഫലസ്തീൻ ഒരു പ്രശ്നമായി അവതരിപ്പിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു ടാഗ് ഉണ്ട്, ഖാത്തിമുൽ അംബിയ, അവസാന പ്രവാചകൻ എന്നതാണ്. അന്തിമ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതിന്റെ അടയാളം പ്രവാചകന്റെ ശരീരത്തിൽ ഒരു സീലായി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകന്റെ പരിശുദ്ധമായ ശരീരത്തിലെ ഖാത്തമുൽ അംബിയ, ആ സീൽ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച പല ആളുകളും ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖാത്തിമുൽ അംബിയ എന്നത് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും കാഫത്തൻ ലിന്നാസ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തേക്ക് മാത്രമല്ല, നേരെ മറിച്ച് ലോകത്ത് ജീവിക്കുന്ന ഏഷ്യൻസ് ആകട്ടെ, ആഫ്രിക്കൻസ് ആകട്ടെ, യൂറോപ്യൻസ് ആകട്ടെ, സർവ്വ മനുഷ്യർക്കും സർവ്വ ആളുകൾക്കുമുള്ള പ്രവാചകനാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉയർത്തിവിട്ട ഒരു വിഷയമാണ് ഫലസ്തീൻ എന്ന വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ തന്നെ ലോകത്തിന്റെ മണ്ണിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നു വീഴുന്ന രംഗത്തെക്കുറിച്ച് മുസ്നദ് അഹ്മദ് തന്റെ 18163 നമ്പർ ഹദീസിൽ വിശദീകരിക്കുന്നത് ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ബിഖാതമിൻ നബിയ്യീന വഇന്ന ആദമ അലൈഹിസ്സലാം ലമുൻജദിലുൻ ഫീ തീനതിഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കളിമണ്ണിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ആ സന്ദർഭത്തിൽ തന്നെ അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ബിഖാതമിൻ നബിയ്യീൻ, അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വസഉഖ്ബിറുകും ബിഅവ്വലി ദാലിക ദഅവതു അബി ഇബ്രാഹിം വബിശാറതു അഖി ഈസ. ഞാൻ നിങ്ങളോട് ആദ്യമായി ഇതാ ഈ കാര്യം വിവരിക്കുകയാണ്. ഇനിയും പലതും പറയുവാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് ഇന്നി ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ ദുആഇന്റെ പ്രതിഫലനമാണ്. മാത്രമല്ല വബിശാറതു അഖി ഈസ,
എന്റെ സഹോദരൻ ഈസയുടെ സന്തോഷ വാർത്തയാണ്. മാത്രമല്ല അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് ലഹാ മിൻ ഖുസൂറുശ് ശാം. മക്കയുടെ മലമടക്കുകൾക്കിടയിൽ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്ന നേരത്ത് അങ്ങകലെ ഷാമിന്റെ കൊട്ടാരങ്ങൾക്ക് മുകളിൽ എന്റെ ഉമ്മ ഒരു പ്രകാശം കാണുകയുണ്ടായി. ഇത് സ്വഹീഹായ ഹദീസാണ്, മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്നതാണ്. മക്കത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ആ ജനിക്കുന്ന വേളയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മ പ്രസവിക്കുന്ന വേളയിൽ അങ്ങകലെ ശ്യാം അഥവാ ഇന്നത്തെ സിറിയയും ഫലസ്തീനുമൊക്കെ അടങ്ങുന്ന പ്രവിശ്യയുടെ കൊട്ടാരങ്ങൾക്ക് മുകളിൽ മുഹമ്മദുർ റസൂലുള്ളയുടെ ഉമ്മ ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു കണക്ടിവിറ്റി മക്കയും അതുപോലെ തന്നെ ഫലസ്തീനുമായുള്ള കണക്ടിവിറ്റി, പ്രവാചകന്റെ കണക്ടിവിറ്റി, അതിനെ സംബന്ധിച്ചുള്ള ആഹ്വാനമാണ്, പ്രഖ്യാപനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത്. അവിടുന്ന് പ്രവാചകത്വത്തിന്റെ ദൗത്യമേറ്റെടുത്തു. പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ആ റിസാലത്തിന്റെ ഭാരം പേറുന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഷാമിന് അഥവാ ഇന്നത്തെ ജോർദാനും ഫലസ്തീനും അതുപോലെ ലെബനാനും ഒക്കെ അടങ്ങുന്ന ഷാമെന്ന പ്രവിശ്യക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവിടെ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം ഷാമിന, ഞങ്ങളുടെ ഷാമെന്നാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഷാമിന്റെ പ്രവിശ്യ വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഫലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങൾ റോമൻ സാമ്രാജ്യത്തിന്റെ, റോമൻ എംപയറിന്റെ കീഴിലാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്ന പ്രയോഗം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഷാമിന് നീ ബർക്കത്ത് നൽകണേ എന്നാണ്. അപ്പൊ ഷാം എന്ന് പറയുന്ന പ്രദേശം, ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം പ്രവാചകനുമായി വളരെ ബന്ധപ്പെട്ട പ്രദേശമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രകടമായ മുഅ്ജിസത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാം ആയത്തിൽ അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ അപ്രയാണം നടത്തിച്ചത് അമേരിക്കയിലേക്കല്ല, യൂറോപ്പിലേക്കല്ല, റഷ്യയിലേക്കല്ല, നേരെ മറിച്ച് ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അതേ പരിസരങ്ങൾ മുഴുവനും മുബാറക്കായ, പരിശുദ്ധമായ, പവിത്രമായ, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ആ മണ്ണിലേക്കാണ്, ലോകത്ത് 2-ാമതായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനം കുടികൊള്ളുന്ന പ്രദേശത്തേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ നടത്തിച്ചത് എന്ന് ഖുർആൻ വിശദീകരിക്കുമ്പോ ആ മണ്ണുമായി, ആ നാടുമായി ദീനിന്, പ്രവാചകന് വളരെ വലിയ ബന്ധമുണ്ടെന്ന് മാത്രമല്ല, ആ നാട്ടിൽ ജനിച്ച, ഫലസ്തീനിൽ ജനിച്ച, ബത്ലഹേമിൽ ജനിച്ച മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞില്ലയോ? ആ നാട്ടിൽ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദികളായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അണികൾക്കിടയിലേക്ക് പരിശുദ്ധമായ ഇഞ്ചീലിന്റെ സുവിശേഷവുമായി ഈസാ അലൈഹിസ്സലാം കടന്നു ചെന്നപ്പോ ഖുർആൻ വിശദീകരിച്ചില്ലയോ? വമതലുഹും ഫിൽ ഇൻജീലി കസ്റഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖിഹി യുഅജിബുസ് സുറാഅ്. ആ ഇൻജീലിന്റെ സുവിശേഷത്തിൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യഅത്തീനി വസ്സൈതൂൻ എന്ന ഖുർആൻ പറഞ്ഞ അത്തിയുടെയും ഒലീവിന്റെയും നാടായ ബത്ലഹേമിന്റെ മണ്ണിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ പ്രവാചകൻ ജനിക്കുന്നതിന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതേ ഈസാ അലൈഹിസ്സലാം സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളയോടൊപ്പമുള്ള സ്വഹാബത്തിനെ കുറിച്ചും വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ആ ആയത്ത് അവതരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു. മുഹമ്മദ് നബി മാത്രമല്ല, പ്രവാചകനും പ്രവാചകനോടൊപ്പമുള്ള ആളുകളും എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച, ഖുർആൻ പറഞ്ഞ ആ ഭാഗം ഇങ്ങനെ വന്നിട്ടാണ് ഖുർആൻ പറയുന്നത്
ആ പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും പ്രവാചകനോടൊപ്പമുള്ള സ്വഹാബത്തിന്റെയും ഉപമ ഇൻജീലിലെ ഉപമ കസ്റഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗലല ഫസ്തവ അലാ സൂഖിഹി യുഅജിബു സുറാഅ്. അതേ, ഒരു ചെറിയ നാമ്പ് പൊട്ടി പുറത്തേക്ക് വന്ന ഒരു ചെറിയ ഒരു കതിര്, അതല്ലെങ്കിൽ ചെറിയ ഒരു നാമ്പ്, ഒരു വിത്ത് വിട്ടിട്ട് അത് പൊട്ടിപ്പുറത്തേക്ക് വന്നൊരു ചെറിയ നാമ്പ്. ആ ചെറിയ നാമ്പ് മെല്ലെ മെല്ലെ അതിങ്ങനെ വളരാൻ തുടങ്ങി, വളർന്നു പന്തലിക്കാൻ തുടങ്ങി. അതിന്റെ ശാഖകളും ഉപശാഖകളും വാനം മുട്ടെ ആകാശം മുട്ടെ പടർന്നു പന്തലിച്ചൊരു വടവൃക്ഷമായി കാണുന്ന മനുഷ്യരെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ, എത്രത്തോളം അത് കൃഷി നടത്തുന്ന കർഷകനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സർവ കൃഷിക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന, അഥവാ വൻ വൃക്ഷങ്ങളെയും മരങ്ങളെയും ഒക്കെ വ്യവസായാടിസ്ഥാനത്തിൽ വളർത്തി വലുതാക്കുന്ന കർഷകരായ വൻമരങ്ങളുടെ പ്രത്യേകതകൾ അറിയുന്ന വലിയ വലിയ ആളുകളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സ്വന്തം കാലിൽ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളുമായി, വാനം മുട്ടു നിൽക്കുന്ന ആകാശം മുട്ടു നിൽക്കുന്ന ശാഖകളും ഉപശാഖകളുമായി, ഒരു കാറ്റിലും കോളിലും ആടിയുലഞ്ഞു പോകാതെ, പറിച്ചെറിയപ്പെടാതെ അഭിമാന സ്തംഭമായി തലയുർത്തി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബത്തുമെന്ന് പറഞ്ഞപ്പോ, നൂറ്റാണ്ടുകൾക്കപ്പുറം അഥവാ 2000 വർഷങ്ങൾക്കപ്പുറം ആ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ദുആ ചെയ്തത്രേ. എപ്പോൾ അന്ന ഈസാ അലൈഹിസ്സലാം വജദ ഫിൽ ഇൻജീലി ഫള ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഫള് ഇൻജീലിൽ നിന്ന് ഈസാ അലൈഹിസ്സലാം ജനങ്ങൾക്ക് ഓതി കൊടുക്കുമ്പോ فدعا الله أن يجعله منهم فاستجاب الله دعاءه. മഹാനായ ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിൻഹും, അല്ലാഹുവേ വടവൃക്ഷമായി പടർന്നു പന്തലിക്കുന്ന വിഹായസിലേക്ക് തലനീട്ടി നിൽക്കുന്ന ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളുള്ള വടവൃക്ഷമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽ ഒരംഗമാകാൻ എനിക്ക് അവസരം തരണേ അല്ലാ. ആ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒരാളാകാൻ എനിക്ക് അവസരം തരണേ അല്ലാ എന്ന് 2000 കൊല്ലങ്ങൾക്ക് പുറത്ത് ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം പടച്ചവനോട് ദുആ ചെയ്ത കാരണത്താലാണ് ഖുർആൻ പറഞ്ഞില്ല, ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ. അതേ പ്രവാചക, അങ്ങ് മരിക്കുന്നതാണ്, അങ്ങ് ചിരഞ്ജീവിയല്ല, അമരത്വം നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. നേരെ മറിച്ച് ഇന്നക മയ്യിതുൻ, പ്രവാചക അങ്ങ് മരിക്കുന്നതാണ്, വഇന്നഹും മയ്യിതൂൻ, അങ്ങക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും മരണമുണ്ട് എന്ന് ഖുർആൻ വിശദീകരിച്ചില്ലയോ? അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകരും മുഹമ്മദ് റസൂലുള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിനു മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞവരാണെങ്കിൽ, ഒരൊറ്റ ആളെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് ജീവനോടെ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കാരണം ആ ദുആയാണ്, പടച്ചവനെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ അംഗത്വം ചേർത്തു തരണേ അല്ലാഹ്, ആ പ്രവാചകന്റെ ഉമ്മത്തിൽ രംഗമാക്കി തരണേ അല്ലാഹ് എന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്ത് നേടിയ ആ ഒരു പവർ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ലോകത്തിന് മുന്നിൽ ഓതി കൊടുക്കുമ്പോ സൂറത്തു സുഖ്റുഫിന്റെ 61-ാമത്തെ ആയത്തിൽ പറഞ്ഞു വെച്ചു, ഇന്നഹു ലഇൽമുൽ ലിസ്സാഅതി ഫലാ തംതുറുന്ന ബിഹാ വത്തബിഊൻ ഹാദാ സിറാത്തും മുസ്തഖീം. അദ്ദേഹം ലോകാവസാനത്തിന്റെ അറിയിപ്പാണ്. ഈസാ നബി അലൈഹിസ്സലാം ലോക അവസാനത്തിന്റെ അറിയിപ്പാണ്. മാത്രമല്ല അവിടെ മറ്റൊരു ഖിറാഅത്തുള്ളത്, അദ്ദേഹം ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഈസാ നബി കടന്നു വരുന്നത് മുഹമ്മദ് നബിയുടെ അനുയായിയായി കൊണ്ടാണ്.
ലോകാവസാന ഘട്ടത്തിൽ ഈസാ അലൈഹിസ്സലാം കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ചില മോഡേണിസ്റ്റുകളായ ആളുകള് അവര് പറഞ്ഞു, സയൻസ് പുരോഗമിച്ച കാലഘട്ടത്തിൽ, ടെക്നോളജികൾ പുരോഗമിച്ച കാലഘട്ടത്തിൽ, മനുഷ്യർ പുരോഗതി നേടിയ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങി വരുമെന്നൊക്കെ ലോകത്തോട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങകലെ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹു പ്രഖ്യാപിക്കുന്നു, there will be no Palestinian state. ഇവിടെ ഇനി ഫലസ്തീൻ എന്ന സ്റ്റേറ്റ് ഇല്ല. ഇവിടെ ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇല്ല. എന്തേ കാരണം? ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ആരുടെ രാജ്യം? അഥവാ യഹൂദികൾ, ജൂതന്മാരുടെ രാജ്യമാണ്. ആരാ നിങ്ങൾക്ക് പകർത്തു തന്നത്? അവിടെ ജീവിച്ച മനുഷ്യരുടെ, നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ച മനുഷ്യരവിടെ, അവിടെ ജീവിച്ചു വന്ന ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിങ്ങളുമൊക്കെയായ അറബി സമൂഹം ഇവിടെ. നെതന്യാഹു പറയുന്നു, അവിടെ നിന്ന് ഞങ്ങൾ അവരെ മുഴുവനും ആട്ടിപ്പുറത്താക്കി. നീണ്ടൊരു പ്രോസസ്സിലൂടെ, ഒരു നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനത്തിലൂടെ അവരെ മുഴുവനും ഞങ്ങൾ ആട്ടിപ്പുറത്താക്കി പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഇനി അവിടെ ഗസയുടെ മുനമ്പിലോ വെസ്റ്റ് ബാങ്കിലോ ഒന്നിടങ്ങില്ലെങ്കിൽ ചെറിയ ഇടങ്ങളിൽ മാത്രം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുണ്ട്. അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ, അവരെ കൂടി ഞങ്ങൾ പട്ടിണി കിട്ടി കൊല്ലുകയാണ്, വംശഹത്യ നടത്തുകയാണ്, അവരെ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ ഇവിടെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഒരു രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് ആ മണ്ണിൽ ന്യൂനപക്ഷമായ യഹൂദികൾ എന്ന് പറയുന്ന ഒരു സമൂഹം എങ്ങനെ കേറിപ്പാർത്തു? എന്തിന് കേറിപ്പാർത്തു? രണ്ട് ചോദ്യത്തിനും ഉത്തരം പറയണം. എന്തിന് കേറിപ്പാർത്തു, എങ്ങനെ കേറിപ്പാർത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി, എന്തിനു വേണ്ടിയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന മണ്ണിൽ ഈ നരനായാട്ട് നടത്തി ലക്ഷോപലക്ഷം മക്കളെ കൊന്നൊടുക്കി, അവിടെയുള്ള നൂറുകണക്കിന് ഉപ്പമാരെ ക്രൂരമായി വധിച്ച് അവിടെ ചോരപ്പുഴ ഒഴുക്കി, അത്തിയുടെയും ഒലീവിന്റെയും നാട്ടിൽ ഈ ക്രൂരമായ നരഹത്യ നടത്തി, വംശഹത്യ നടത്തി ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ഏമാന്മാർ അവിടേക്ക് കുടിയേറിയത് എന്തിന് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ ഒറ്റ ഉത്തരമേയുള്ളൂ. ആ ഉത്തരം അമേരിക്ക ഉറക്കെ പറഞ്ഞു. ആ ഉത്തരം അതേ ഇസ്രായേൽ ഉറക്കെ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, Christian Zionism can be defined a Christian support for the Zionist cause, the return of the Jewish people to its biblical homeland in Israel. It is a belief among some Christians that the return of Jews to Israel is in line with a biblical prophecy and is necessary for Jesus to return to earth as its king. ഫലസ്തീന്റെ മണ്ണിലേക്ക് ജൂതന്മാർ കയറിയത് ഒറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ജൂതന്മാരെ കുടിയേറ്റിയത് ഒറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. and is necessary for Jesus to return to earth as its king. യേശു രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരണം. ജീസസ് രാജാവായി ഭൂമിയിലേക്ക് മടങ്ങി വരണം. അഥവാ ലോകത്തെ തന്നെയും ലോക കാലയളവിനെ തന്നെയും 7 ഘട്ടമായി തിരിച്ച് ഏഴാം ഘട്ടത്തിന്റെ ഭാഗമായി അവസാനം കിങ്ഡം ഏജ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ 1000 കൊല്ലം ലോകം ഭരിക്കാൻ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന യേശു മടങ്ങി വരണമെങ്കിൽ ഇസ്രായേൽ അതൊരു രാജ്യമായി ഫലസ്തീന്റെ മണ്ണിൽ യഹൂദികളായ ജൂതന്മാരായ ദൈവമക്കൾ ഭരിക്കാതെ അവർ അവിടെ താമസിക്കാതെ യേശു മടങ്ങി വരികയില്ല എന്ന വിശ്വാസത്തിന്റെ മേൽ ആണ് 10,000-കണക്കിന് മനുഷ്യരെ പട്ടിണി കിട്ടുകൊന്നത്, 10,000-കണക്കിന് ഉമ്മമാരെ കൊന്നൊടുക്കിയത്, 10,000-കണക്കിന് വാപ്പമാരുടെ ജീവൻ തല്ലിക്കെടുത്തിയത്, കോടാനക്കോടി സമ്പത്തുകൾ അതേ ഇസ്രായേലും അമേരിക്കയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ 2ാം വരവിനെ കുറിച്ച് പറയുന്നത് ലോകം തിരിയാത്ത മുസ്ലിങ്ങളല്ല, നേരെ മറിച്ച് ഒരുപാട് നോബൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി എന്ന് പറയുന്ന അതേ ലോകത്തുള്ള സർവ്വ ടെക്നോളജികളെയും നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന AI ടെക്നോളജി അടക്കമുള്ള സർവ്വ ടെക്നോളജികളും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള ആ ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാര് പറയുന്നു, അതേ മടങ്ങി വരാനുണ്ട്. ആര്? ജീസസ് മടങ്ങി വരാനുണ്ട്.
അതേ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു ജീസസ് മടങ്ങി വരാനുണ്ട്. ആ ജീസസ് മടങ്ങി വരുമ്പോ സ്വാഭാവികമായും ആ ദൈവരാജ്യം ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഫലസ്തീന്റെ മണ്ണിൽ യഹൂദികളായ ആളുകൾ ഉണ്ടാകണം. ആ ദൈവമക്കൾ അവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് 1800 മുതൽ വളരെ വലിയ പ്ലാനിങ്ങുകൾ നടത്തിയിട്ട്, വളരെ ക്രൂര വിരോധങ്ങൾ നടത്തിയിട്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഉണ്ടാക്കി അതുവഴി ആ നാട്ടിൽ അരക്ഷിതാവസ്ഥ വലിച്ചു വാരിയിട്ട് അവിടേക്ക് ജൂത സമൂഹത്തെ കുടിയേറ്റിയത്. മനസ്സിലാക്കണം, ഇവിടെയാണ് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ആവശ്യമാകുന്നത്. ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ആവശ്യമാകുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച സുന്ദരമായ ആശയതലങ്ങൾ ലോകാന്ത്യം വരെ വളരെ കൃത്യമായി പുലരും എന്നതിന്റെ കൃത്യമായ തെളിവുകളായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചുപോയി. ഈ പറയുന്ന സാമ്രാജ്യത്തെ ശക്തികൾ മുഴുവനും സർവ്വവിധ സമ്പാദ്യങ്ങളും ചെലവഴിച്ച് സർവ്വ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ആ ഫലസ്തീൻ എന്ന ശാം എന്ന മണ്ണിനെ തിന്നാൻ വന്നാലും തൂബാലിശാം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഷാമിന് ആശംസകളുണ്ട്, ഷാമിന് മംഗളാശംസകളുണ്ട്. ഫലസ്തീനും ലബനാനും ശ്രീം അടങ്ങുന്ന പ്രദേശത്തിന് തൂബാ സർവ്വ ആശംസകളുമുണ്ട്. ഇത് കേട്ടുമ്പോ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ കുറിച്ച് അറിയാത്ത റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് 1948 മാത്രം പറഞ്ഞൊരു രാജ്യത്തെ സംബന്ധിച്ചറിയാത്ത റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് അങ്ങ് പറയുന്നത്? തൂബാലിശാം, ഷാമിന് ആശംസകളെന്നോ? എന്ത് അങ്ങ് പറയാൻ കാരണം? എന്തിനു വേണ്ടിയാണ് നബിയെ ആ മണ്ണിന് അങ്ങ് ആശംസകൾ പറയുന്നത്? ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അന്ന മലായികത്തുർ റഹ്മാനി ബാസിതത്തുൻ അജ്നിഹതഹാ അലൈഹാ, അല്ലാഹുവിന്റെ മാലാഖമാർ മലായികത്തുകൾ ചിറക് വിരിച്ചുകൊണ്ടൊരു പ്രൊട്ടക്ഷൻ സ്വീകരിച്ച പ്രദേശമാണത്. നമുക്കറിയാം, സൗത്ത് എൻഡിൽ നിന്നും വെസ്റ്റേൺ എൻഡിൽ നിന്നും ആളുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ട് ആളുകൾ ആക്രമിച്ചൊരു പ്രദേശത്തേക്ക് മാത്രം തമ്പടിച്ച് ആ നാട് അരക്ഷിതത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അതേ ആ നാട് തന്നെ ഇല്ല എന്ന് പുതിയ പ്രധാനമന്ത്രി പറയുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ പറയാൻ വരട്ടെ. ലിഅന്ന മലായികത്തുർ റഹ്മാനി ബാസിതത്തുൻ അജ്നിഹതഹാ അലൈഹാ, സർവ്വസമ്പാദ്യങ്ങളും സൗകര്യങ്ങളും ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീൻ എന്ന മണ്ണിനെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അല്ലാഹുവിന്റെ മാലാഖമാർ വന്നുകൊണ്ട് കവചം തീർത്തുകൊണ്ട് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രദേശമാണെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല, ലോകത്ത് ജീവിക്കുന്ന, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ജീവിക്കുന്ന, ലോകത്തെവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിശ്വാസികളായ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോട് പറയാൻ അല്ലാഹു പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇവിടെ നമസ്കാരത്തിന്റെ തഹിയ്യാത്തിലെ അവസാന വാചകമായി ഇവര് പറയാറുണ്ട്. ആ വാചകം എന്താണെന്നറിയുമോ? വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, അതേ ജീവിതത്തിന്റെ ഫിത്നകൾ, മരണത്തിന്റെ ഫിത്നകളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. അതോടൊപ്പം പറയുന്ന വാചകം വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും ഞാനിതാ നിന്നോട് അഭയം ചോദിക്കുന്നു. പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ച വാചകം വമിൻ ഫിത്നത്തിൽ ദജ്ജാൽ എന്നല്ല, നേരെ മറിച്ച് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്താണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? അതേ ലോകാവസാന ഘട്ടത്തിൽ ഞാൻ യേശുവാണ്, ജീസസ് ആണ്, മിശിഹയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരാനുണ്ട്. അവൻ യഥാർത്ഥ മിശിഹയല്ല, നേരെ മറിച്ച് അവൻ ഇസ്രയേലിന്റെയും അവൻ അമേരിക്കയുടെയും അഥവാ ആ ശക്തികളുടെ അമരക്കാരനായി വരാനുള്ള അതേ ലോക്കൽ മിശിഹയാണ്, ഡ്യൂപ്ലിക്കേറ്റ് മിശിഹയാണ്, ദജ്ജാലായ മിശിഹയാണ്, യേശുവാണെന്ന് വാദിച്ച് കടന്നു വരുന്ന മിശിഹയാണ്. അതാണ് മസീഹുദ് ദജ്ജാൽ. നെതന്യാഹു കാത്തിരിക്കുന്ന മിശിഹ,
അതുപോലെ ട്രംപ് കാത്തിരിക്കുന്ന മിശിഹ, ആ മിശിഹ വരാൻ വേണ്ടിയാണ് നെസസറി ഫോർ ജീസസ് ടു റിട്ടേൺ ടു എർത്ത് ആസ് ഇറ്റ്സ് കിങ്. രാജാവായി ആ യേശു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നെതന്യാഹു കാത്തിരിക്കുന്നത്. അതിനാണ് ചുവന്ന പശുവിനെ അറുത്ത് യാഗം നടത്തുന്നത്. അതേ ഫലസ്തീൻ എന്ന മണ്ണ് തന്നെ ഗൂഗിളിൽ നിന്ന് മാഞ്ഞുപോയി. ഫലസ്തീൻ എന്ന മണ്ണ് തന്നെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഇനി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം മാത്രമേ ഉള്ളൂ. വരൂ, ആര് വരൂ, ജീസസ് മടങ്ങി വരൂ. കാരണം ഞങ്ങൾ ഇതാ നേടിക്കഴിഞ്ഞു എന്ന് പറയുന്നുവെങ്കിൽ വരാനുള്ളത് ദജ്ജാലാകുന്ന ജീസസ് ആണ്, ദജ്ജാലാകുന്ന മിശിഹയാണ്. അതാണ് ഖുർആനിൽ പഠിപ്പിച്ചു തന്ന പാഠങ്ങൾ ലോകത്തിനോദിക്കൊടുത്ത ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിച്ച വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതേ മിശിഹയാണെന്ന് വാദിച്ച് കടന്നു വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് മസീഹുണ്ട്, വ്യാജ മസീഹുണ്ട്, ദജ്ജാലായ മസീഹുണ്ട്. ആ ദജ്ജാലായ മസീഹ് വന്നു കഴിഞ്ഞാൽ ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മറിയമ, ബത്ലഹേമിൽ ജനിച്ച ആ യഥാർത്ഥ ഈസാ നബി അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുക തന്നെ ചെയ്യും. എവിടെയാ ഇറക്കുക? ഇൻദ മനാറത്തിൽ ബൈളാഇ ശർഖിയ്യ ദിമഷ്ക്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപമെന്ന് റസൂല് പറയുമ്പോ അന്നൊരു തലസ്ഥാന നഗരിയായി ദമസ്കസ് എന്ന പ്രദേശമില്ല. 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ദമസ്കസ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു തലസ്ഥാന നഗരിയായി വന്നിട്ടില്ല. അന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പള്ളികളുണ്ടെങ്കിലും ഒരു പള്ളിക്കും അന്ന് മിനാരമില്ല. പക്ഷേ റസൂലുള്ള പറയുന്നത് 1400 കൊല്ലങ്ങൾക്കു ശേഷം ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കണ്ടും കൊണ്ടുമറിയാനുള്ള കാര്യമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ വാചകങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം പ്രവാചകൻ കാണുന്നത് പോലെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തോട് പറയുകയാണ്. ആ റസൂല് പറയുന്നു, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് അതേ ബൈന മഹ്റൂദത്തൈനി വാദിഅൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരാനുണ്ട്. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വ്യാജ മിശിഹയായി കടന്നു വരുന്ന, ഫലസ്തീനിലെ മക്കളെ കൊന്ന് കടന്നു വരുന്ന, ഖുറാസാനിലൂടെ കടന്നു വരുന്ന ദജ്ജാലിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഹത്താ യുദ്രികഹു ബിബാബിലുദ്ദീൻ ഫയഖ്തുലുഹു. ഇന്നത്തെ ഇസ്രായേൽ, ആ ഇസ്രായേലിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലുദ് എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് റസൂല് പറയുമ്പോ അവിടെ ഒരു കവാടത്തിന്റെ അടയാളവും ഉണ്ടായിരുന്നില്ല എങ്കിൽ 1948 ശേഷം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പിറന്നതിനു ശേഷം അവർ എയർപോർട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ ബെൻഗുറിയൻ എയർപോർട്ട് ഉണ്ടാക്കിയത് ലുദ്ദിലാണ്. അവരുടെ ആസ്ഥാന എയർപോർട്ട് ഉണ്ടാക്കിയത് ബെൻഗുറിയൻ എയർപോർട്ട് ഉണ്ടാക്കിയത് ലുദ്ദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലുദ് കവാടത്തിൽ വെച്ചുകൊണ്ട് ദജ്ജാലിനെ ഈസാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വധിക്കുന്ന ഒരു നാള് വരാനുണ്ട്. മനസ്സിലാക്കണം, ഇവിടെയാണ് മുഹമ്മദ് റസൂലുള്ള പ്രസക്തമാകുന്നത്. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, നേരെ മറിച്ച് ലോകാന്ത്യം വരെ, അവസാന നാൾ വരെ ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്ററാൻ. അതാണ് ഖുർആനിൽ അസന്നിഗ്ധമായി അല്ലാഹു പ്രഖ്യാപിച്ചത്. വറഫഅനാ ലക ദിക്റക, പ്രവാചക, ആരെല്ലാം അയക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ ആ നാമം ഉയർത്തുക തന്നെ ചെയ്യും, അങ്ങയുടെ സ്മരണ നാം ഉയർത്തുക തന്നെ ചെയ്യും. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ആരെല്ലാം പല വിധത്തിൽ പല രൂപത്തിൽ ഇടപെട്ടാലും അല്ലാഹു നിങ്ങളെ കൈവിടുന്ന പ്രശ്നമില്ല. ഖുർആൻ പറയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ ലോകത്ത് പ്രശോഭിതമായി നിലകൊള്ളുന്ന മഹത് സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ റിസാലത്തിന്റെയും വ്യക്തിത്വമായ ഇനി ദുനിയാവ് കഴിഞ്ഞ് ആഖിറത്തിലേക്ക് ചെന്നാൽ കോടാനകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയുടെ നാളിൽ അശ്ശഫാഅത്തുൽ ഉമമക്ക് നേതൃത്വം വഹിക്കുന്ന ലിവാഉൽ ഹംദിന്റെ വാഹകനായ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ലോകത്തെ കോടാനകോടി മനുഷ്യർക്ക് വെള്ളം കോരിക്കൊടുക്കുന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്ന ലോകൈക ഗുരു ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അതൊരിക്കലും തടഞ്ഞു വെക്കുവാനോ പ്രവാചകനെ ഇല്ലാതാക്കുവാനോ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അത് അകത്ത ശക്തിയാണെങ്കിലും പുറത്തെ ശക്തിയാണെങ്കിലും, രണ്ടാണെങ്കിലും ശരി, അകത്തും പുറത്തുമുള്ള ശത്രുക്കളോടാണ്, പ്രവാചക നിന്ദകന്മാരോടാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. കാരണം റസൂലുള്ളാഹിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്നിന്റെ ശ്രമമല്ല.
പുതിയ പരിപാടിയല്ല. നേരെ മറിച്ച് വളരെ മുമ്പേ അതിനുള്ള പരിശ്രമം നടത്തി. റസൂലുള്ളാഹിയെ അപമാനിച്ച് ഒതുക്കാനുള്ള ശ്രമം, പ്രവാചകനെ ആക്ഷേപിച്ച് ഒതുക്കാനുള്ള ശ്രമം, പ്രവാചകനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചവരുണ്ട്, വധിക്കാൻ ശ്രമിച്ചവരുണ്ട്, വിഷം കൊടുത്തു നോക്കിയവരുണ്ട്, പ്രവാചകന്റെ തലയിലേക്ക് വലിയ പാറക്കല്ല് വലിച്ചിടാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രവാചകനെ വകവരുത്താൻ കഴിയാതെ വന്നപ്പോ സാഹിത്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് മലീമസമായ വാക്കുകൾ കൊണ്ട് പ്രവാചകനെ എറിഞ്ഞൊതുക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. ആ ഘട്ടത്തിൽ ഒരു വേള പ്രവാചകനെ കൊല്ലാൻ വന്നപ്പോ പ്രവാചകന്റെ സ്വഹാബത്ത് പ്രവാചകന് കവചം തീർത്തു. പ്രവാചകന്റെ രോമത്തിൽ തൊടാൻ ഒരാളെയും സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമത്തിന് പരിക്കേൽക്കുന്നത് പോലും സ്വഹാബത്ത് സഹിച്ചില്ല, ഒരു രോമത്തിന് പരിക്കേൽക്കുന്നത് പോലും. അതുകൊണ്ടാണ് അത്ഭുതത്തോടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ആ പ്രവാചകനെയും അനുയായികളെയും നോക്കിക്കണ്ടത്. അസറത് ഖുറൈശുൻ മുസ്ലിമൻ ഫീ ഗസ്വതി ഫമല്ലാ ബിലാ ബജലിൻ ഇല സയ്യാഫി സഅലൂഹു ഹൽ യുർദീക അന്നക സാലിമൂ വലകൻ നബിയ്യു ഫിദാ മിനൽ ഇത്ലാഫി. ഖുറൈശികളായ ആളുകൾ ഇതാ മുസ്ലിമായ ഒരു മനുഷ്യനെ, ഒരു സഹാബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, കൈകാലുകൾ ബന്ധിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുപോവുകയാണ്. ആ നിരായുധനായി കൈകാലുകൾ ബന്ധിച്ചിട്ട് കൊണ്ടുപോകുന്നത് തൂക്കിലേറ്റാനാണ്, കുരിശിലേറ്റാനാണ്, വധിച്ചു കളയാനാണ്. ആ കൊല്ലാൻ കൊണ്ടുപോകുന്ന വേളയിൽ ആ ഖുറൈശി പ്രമുഖന്മാരെല്ലാവരും അവസാനം നമ്മുടെ നിമിഷപ്രിയ കേസ് പോലെ ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സഹാബിയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദ്യം? സഅലൂഹു ഹൽ യുർദീക അന്നക സാലിമൂ, നിനക്ക് രക്ഷപ്പെടണോ, നിനക്ക് ഇവിടുന്ന് മോചനം വേണോ, നിന്റെ ഗളച്ഛേദം ചെയ്യപ്പെടുന്നതിൽ നിന്ന്, നിന്നെ തൂക്കിലേറ്റുന്നതിൽ നിന്ന്, നിന്നെ കുരിശിൽ അടിച്ചു പരത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, ഒരൊറ്റ മാർഗമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ വലകൻ നബിയ്യു ഫിദാ മിനൽ ഇത്ലാഫി, എനിക്ക് പകരം എന്റെ നബിയെ കൊണ്ടുവന്ന് നീ കുരിശിലെറ്റിക്കോന്നൊന്ന് പറഞ്ഞാൽ മതി, നിന്റെ പ്രവാചകനെ നീ ഒന്ന് ആക്ഷേപിച്ചാൽ മതി, ആ പ്രവാചകനെ ഒന്ന് നിന്ദിച്ചു പറഞ്ഞാൽ മതി, എനിക്ക് പകരം ഇതിനൊക്കെ കാരണമായ മുഹമ്മദിനെ കൊണ്ടുവന്ന് നിങ്ങൾ വെട്ടിനുറുക്കൂന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് ആ ഖുറൈശികളൊന്നടങ്കം കൈകാലുകൾ ബന്ധിച്ച സ്വഹാബിയോട് പറയുമ്പോ, അതെ, അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ സ്വഹാബി വിളിച്ചു പറയാണ്, ഫഅജാബ കല്ലാ ലാ നജൗതു മിനർ റദാ വയുസാബു അൻഫു മുഹമ്മദിൻ ബിറുആഫി. മുഹമ്മദ് നബിക്ക് പകരം, എനിക്ക് പകരം മുഹമ്മദ് നബിയെ കൊല്ലുന്നത് പോയിട്ട്, മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്നത് പോയിട്ട്, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മൂക്കിൽ ഒരൽപ്പം പൊടി കയറുന്നത് പോലും, എനിക്ക് പകരമായി പ്രവാചകന്റെ മൂക്കിൽ ഒരൽപ്പം പൊടി കയറുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിന് പകരം എന്റെ ജീവൻ തരാനൊരുക്കമാണെന്ന് വിളിച്ചു പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കഴിഞ്ഞുപോയി. അങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് പ്രവാചകന് സംരക്ഷണ കവചം തീർത്ത സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കൊണ്ടെറിഞ്ഞ് സ്വഹാബത്തിനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയെ ആക്ഷേപിക്കാനും നിന്ദിക്കാനും വന്ന ആളുകൾ, അവർ ഇതാ അതിര് വിട്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്രവാചകൻ തന്റെ സമൂഹത്തോട് ആഹ്വാനം ചെയ്തൊരു ആഹ്വാനമുണ്ട്. ഉഹ്ജു ഖുറൈശ ഫഇന്നഹു അശദ്ദു അലൈഹിം മിർ റസ്ഖിൻ ബിന്നബിൽ. നിങ്ങൾ ഖുറൈശികളായ ആളുകൾ ഈ അക്രമം അവരുടെ സാഹിത്യങ്ങളിലൂടെ, ട്രോളുകളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ എഴുതിവിടുമ്പോ ആ ഖുറൈശികളുടെ വാക്കുകൾ കൊണ്ടക്രമിച്ചൊതുക്കേണ്ടതുണ്ട്, അവരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഫഇന്നഹു അശദ്ദു അലൈഹിം മിർ റസ്ഖിൻ ബിന്നബിൽ. നിങ്ങളൊരു അമ്പെടുത്തിട്ട് ഖുറൈശിയുടെ നെഞ്ചിന് നേരെ എഴുതി വിടുന്നതിനേക്കാളും അവരുടെ കൽബിന് വേദന ഉണ്ടാക്കുക നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എയ്യുന്ന അമ്പുകളാണ്. അതുകൊണ്ട് വാളുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നവരെ നാവുകൊണ്ട് പടപൊരുതാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന സ്വഹാബത്ത് ചുറ്റുഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ച അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്ന് പറയുന്ന അറബി സാഹിത്യ ആ തറവാട്ടിലെ കുലപതിയായ, സാഹിത്യ കുലപതിയായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇതാ ആ സദസ്സിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ നിന്ദിച്ച, പ്രവാചകനെ ആക്ഷേപിച്ച ആളുകൾക്കെതിരെ ഇതാ സാഹിത്യത്തിൽ പൊതിഞ്ഞ മറുപടി ഇങ്ങനെ പറയുകയാണ്.
പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുർളി, പ്രവാചകൻ പറഞ്ഞു ഇത് പോരാ, നേരെ മറിച്ച് നല്ല നിലക്ക് കൃത്യമായി നെഞ്ചിൽ തറക്കുന്ന വാക്കുകൾ തന്നെ വേണം. ഉടൻ തന്നെ സ്വഹാബത്ത് പരക്കം പോവുകയാണ്. ഫഅർസല ഇലാ കഅബ് ഇബ്നു മാലിക്, അതെ, പിന്നെ കഅബ് ഇബ്നു മാലിക്കിനെ കൊണ്ടുവരുന്നു. റസൂൽ കേൾക്കുന്നു പോരാ. ഇതാ വീണ്ടും വരുന്നു, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കൊണ്ടുവരുന്നു. ഫലമ്മാ ദഖല അലൈഹി, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ പ്രവാചകൻ ഹസ്സാനെ കണ്ട മാത്രയിൽ പറഞ്ഞ വാചകം, ഖദ് ആന ലക്കും അൻ തുർസിലു ഇലാ ഹാദൽ അസദിൽ ളാരിബി ബിദനബിഹി, വാലുകൊണ്ട് ചുഴറ്റിയടിക്കുന്ന സിംഹമാണല്ലോ വരുന്നത്, വാലുകൊണ്ട് ചുഴറ്റിയടിക്കുന്ന സിംഹമാണല്ലോ വരുന്നത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നു. പ്രവാചക നിന്ദകന്മാർക്ക് മറുപടി ഇങ്ങനെ സാഹിത്യത്തിൽ തുറന്നടിച്ചു. അതേ, ഓരോന്നിങ്ങനെ പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാന്റെ ഇടപെടൽ കണ്ട്, ഹസ്സാന്റെ പ്രതികരണം കണ്ട്, ഹസ്സാന്റെ ആ പ്രതിഫലനം കണ്ട്, ഹസ്സാന്റെ വാക്കുകൾ കേട്ടിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ ജിബ്രീലിനെ കൊണ്ട് ഈ ഹസ്സാനെ സഹായിക്കണേ അല്ലാഹ്, ജിബ്രീലിനെ കൊണ്ട് ഹസ്സാനെ സഹായിക്കണേ അല്ലാഹ്. മാത്രമല്ല ആയിഷ ബീവി പറയുകയാണ്, ഫസമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു, യഖൂലു ലി ഹസ്സാന, അദ്ദേഹം ഹസ്സാൻ ഇബ്നു സാബിത്തിനെ കുറിച്ച് പറയുകയാണ്, ഇന്ന റൂഹൽ ഖുദ്സി ലാ യസാലു യുഅയ്യിദുക മാനാ ഫഹ്താനില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിനുമെതിരെ വരുന്ന ആക്ഷേപങ്ങൾക്ക് നീ മറുപടി പറയുമ്പോ ആ പറയുന്ന സമയത്തെല്ലാം ജിബ്രീൽ നിന്നെ സഹായിക്കുന്നുണ്ട്, ജിബ്രീൽ നിന്റെ സമക്ഷത്തിലുണ്ട്, ജിബ്രീൽ നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, ആ വാചകമാണ് ഇസ്രയേലിലും അതുപോലെ അമേരിക്കയിലുമുള്ള പുറത്തുനിന്നുള്ള ശത്രുക്കളോടും അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെ അകത്ത് നിന്നുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കുന്ന ശത്രുക്കളോടും ഒരുപോലെ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് പറയാനുള്ളത്. ആ വാചകം എന്താണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞ വാചകമാണ്, ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ, هجوت محمدا برا تقيا رسول الله شيمته الوفاء فإن أبي ووالده وعرضي لعرض محمد منكم بقاء. പ്രവാചകനെ നിന്ദിച്ചവരെ, പ്രവാചക നിന്ദകന്മാരെ, നബി നിന്ദകന്മാരെ, നിങ്ങൾ നിന്ദിക്കാൻ വന്നത് റസൂലുള്ളാഹിയാണ്. ഹജൗത മുഹമ്മദൻ, മുഹമ്മദ് നബി ആക്ഷേപിച്ചാണ് നീ വന്നതെങ്കിൽ ഫഅജബ്തു അൻഹു, ഞാനതിന് മറുപടി പറഞ്ഞിരിക്കുക തന്നെ ചെയ്യും. ഇവിടെ എന്തിനാ മുജാഹിദുകൾ വളരെ വേഗത്തിൽ ഒരു പരിപാടി വെച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഹജൗത മുഹമ്മദൻ, നീ മുഹമ്മദ് നബി നിന്ദിക്കാൻ വന്നാൽ ഫഅജബ്തു അൻഹു, അതിന് അച്ചിട്ട് മറുപടി പറയുക തന്നെ ചെയ്യും. അത് വെറുതെ പറയുകയല്ല, നേരം പോക്കിലുള്ള പരിപാടിയല്ല. വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോ ഈ ഇരുത്തത്തിന് കൂലിയുണ്ട്, ഈ സംസാരത്തിന് കൂലിയുണ്ട്. നബിയെ നിന്ദിച്ചവർക്ക് മറുപടി പറഞ്ഞ കൂലി റബ്ബിന്റെ സമക്ഷത്തിലുണ്ട്. വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ, അബൂബക്കർ മുസ്ലിയാർ ആക്ഷേപിക്കാൻ വന്നാൽ അബൂബക്കർ മുസ്ലിയാർക്ക് മറുപടി ഉറപ്പാണ്. CV ചെറിയാൻ പ്രവാചകനെ നിന്ദിക്കാൻ വന്നാൽ CV ചെറിയാനും മറുപടി ഉറപ്പാണ്. സിംബാദ് പാലം എഴുതി റസൂലുള്ളാഹിയെ നിന്ദിക്കാൻ വന്നാൽ അവനും മറുപടി ഉറപ്പാണ്. അങ്ങനെ ആര് റസൂലുള്ളാഹിക്കെതിരെ വന്നാലും അതേ മറുപടി ഉറപ്പാണ്. അത് വെറുതെ നടത്തുന്ന നേരം പോക്കല്ല. വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ, അത് അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ്.
പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയ്യാ, മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട്, അവിടുത്തെ പീഠത്തിൽ ഇരുന്നു കൊണ്ട്, അതേ 1400 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞ വാചകം ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഹജൗത മുഹമ്മദൻ, നീ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് നിന്ദിക്കാൻ ശ്രമിച്ചത്. ആരാ റസൂല്? ബർറൻ തഖിയ്യാ, പുണ്യവാനായ തഖിയ്യായ, അല്ലാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിച്ച റസൂലുള്ളാഹി ശീമതുൽ വഫാഉ, അല്ലാഹുവിന്റെ റസൂലായി കടന്നു വന്ന് ലോകത്ത് സുവിശേഷം ഓതിത്തന്ന് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവനും മുഹൈമിനായി കൊണ്ട് ലോകത്തിന് കൃത്യമായി അവതരിപ്പിച്ചു തന്ന് ലിവാഉൽ ഹംദിന്റെ വാഹകനായ ഹബീബുൽ വറയാണ് നീ നിന്ദിച്ചത്. അതേ ഏറ്റവും ഏറ്റവും സവിശേഷമായ നിലയിൽ തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ മുഴുവനും കൃത്യമായി പൂർത്തീകരിച്ച മുഹമ്മദ് റസൂലുള്ളാഹിയാണ് നീ നിന്ദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനൊരു വാചകമുണ്ട്. ഫഇന്ന അബീ വവാലിദഹു വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ, ഞങ്ങളുടെ ഉപ്പമാരും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങൾക്കുള്ളതെല്ലാം ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ, ആ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കവചം തീർക്കാനുള്ളതാണ്, ആ റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനുള്ളതാണ്. കോടികൾ ചെലവഴിക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ മക്കളെ കൊടുക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ മാതാപിതാക്കളെ കൊടുക്കേണ്ടി വന്നാലും ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ, അത് മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വേണ്ടി നൽകാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരാണ്. നല്ലതാണ്, സംഘടനാപരമായ പക്ഷപാതിത്വം പറയാൻ ഒരുപാട് വേദികളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ ഇതല്ല. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ഒരു നദവി, അദ്ദേഹം EMS-നെ കുറിച്ച് എന്തോ ഒരു വാചകം പറഞ്ഞു. അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, രാഷ്ട്രീയം പറയാൻ നമ്മുടെ ഉദ്ദേശമല്ല. കുരിയാട് നദവി അദ്ദേഹം ഒരു വാചകം EMS-നെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അത് അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാ രാഷ്ട്രീയക്കാരനും എഴുന്നേറ്റ് വന്നു. കമ്മ്യൂണിസ്റ്റുകാരനും എഴുന്നേറ്റ് വന്നു, CPM-കാർ എഴുന്നേറ്റ് വന്നു. നദവിക്കെതിരെ സിന്ദാബാദ് വിളികളുണ്ടായി, മാർച്ചുകളുണ്ടായി. എന്തുകൊണ്ടാ? EMS എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ഒരു വ്യക്തിയുടെ പിതാവുമായി ബന്ധപ്പെട്ടവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാഹം കഴിക്കുമ്പോൾ ആ EMS-ന്റെ അമ്മയുടെ പ്രായവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു വാക്ക് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ രംഗത്തിറങ്ങി. പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരസ്യമായി നിന്ദിച്ചിട്ട് എവിടെ പോയി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിലെ മതപ്രസ്ഥാനക്കാരും നമ്മുടെ നാട്ടിലെ വലിയ വലിയ നിസ്കാരത്തഴമ്പുള്ള തൊപ്പിവെച്ച മുസ്ലിമാണെന്ന് പറയുന്ന ഏമാന്മാരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ട് റസൂലുള്ളാഹിയെ നിന്ദിച്ച മനുഷ്യനെതിരെ സംസാരിക്കാൻ രംഗത്ത് വന്നില്ല? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അവൻ ആഖിറമില്ല, പരലോകമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരലോകത്തിൽ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. EMS-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, നിർമ്മിതവാദിയാണ്. ആ നിരീശ്വരവാദിയായ ഒരു മനുഷ്യന്റെ പിതാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോ പോലും നമ്മുടെ നാട്ടിലെ CPM-കാർ എഴുന്നേറ്റുകൊണ്ട് അതിനെതിരെ സംസാരിക്കുവാൻ രംഗത്ത് വന്നെങ്കിൽ ലോകൈക ഗുരു ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി തെരുവിലിട്ട് ആക്ഷേപിച്ചൊരു മുസ്ലിയാര് തലപ്പാവ് വെച്ച് നീളക്കുപ്പായും ഇട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടന്നിട്ട് ഓജസ്സോടെ എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ നാവ് കൊണ്ടെങ്കിലും നമ്മുടെ രാജ്യം തരുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നാവ് കൊണ്ടെങ്കിലും അതിനോടൊരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയാതെ പോയ മുസ്ലിമേ, നീയും റസൂലും തമ്മിൽ എന്ത് ബന്ധാണ്? നീയും ഹബീബും തമ്മിൽ എന്ത് ബന്ധാണ്? നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും പയറ്, അതുപോലെ തന്നെ ഉള്ളി, സവാള, തക്കാളി, ഇതൊക്കെ കച്ചവടത്തിന് വെച്ച വസ്തുവാണ്. തെരുവിൽ, മാർക്കറ്റിൽ, ചന്തയിൽ കൊണ്ടുവന്ന് കച്ചവടത്തിന് വെച്ച വസ്തുക്കളാണ്, കച്ചവട ചരക്കുകളാണ്. ഇതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തെരുവിൽ വെച്ചിട്ടൊരു വാപ്പയും മോനും പ്രവാചകനെ കച്ചവട ചരക്കാക്കി വിറ്റ് കാശാക്കാൻ പരിശ്രമിക്കുമ്പോ കേവലം മാർക്കറ്റിലെ, ചന്തയിലെ, വിപണന കേന്ദ്രത്തിലെ ഒരു ചരക്കിനെ പോലെ പ്രവാചകനെ വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ ഒരു മുസ്ലിയാർ രംഗത്ത് വന്നിട്ട് എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കാൻ നിനക്ക് കഴിയാതെ പോകുന്നു?
എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ പോകുന്നു? ഇത് പറ്റില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? കാരണം ഇത് ഒരിക്കലും ചെറിയ ഒരു സംഗതിയല്ല, നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങിയതാണ്, ആരംഭിച്ചതാണ്. ആ ഘട്ടങ്ങളിൽ വളരെ ശക്തമായ പ്രതിരോധങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തീർത്തു. എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 22 പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് 22 മണിക്കൂർ നീണ്ട പ്രഭാഷണം. ആ കാലഘട്ടങ്ങളിൽ 15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ 22ഓളം പ്രഭാഷണങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഉള്ളവൻ മാത്രം നടത്തിയത് ഓർമ്മയുണ്ട്. ഈ മുടിക്കച്ചവടത്തിനെതിരെ അന്ന് മുജാഹിദികൾ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും കായംകുളത്തും ആലപ്പുഴയിലും വടുതലയിലും അങ്ങനെ സഞ്ചരിച്ച് എറണാകുളത്തും തൃശൂരും അവിടുന്ന് അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി. നമ്മുടെ നാട്ടിലെ EK സമസ്തക്കാരടക്കം രംഗത്ത് വന്നപ്പോ നിർലോഭം അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. കാരണം ഇത് സംഘടനാപരമായ വിഷയമല്ലാത്തത് കൊണ്ട്, നേരെ മറിച്ച് റസൂലുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട്. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നപ്പോൾ അബൂബക്കർ മുസ്ലിയാർ ഈ മുടിയുമായി ഒളിവിൽ പോയതാണ്. പിന്നെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല, ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഇന്നും ഞങ്ങൾ ചോദിക്കുകയാണ്, 15 കൊല്ലത്തിന് ശേഷം പുതിയ രൂപത്തിൽ പുതിയ ചില നമ്പറുകളുമായി അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ രംഗത്ത് വരുമ്പോ, ഈ വടുതല അങ്ങാടിയിൽ നിന്നുകൊണ്ട് അബൂബക്കർ മുസ്ലിയാരുടെ അനുയായിയായി ആരെങ്കിലും അവശേഷിച്ച് ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് നല്ല നിലക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങൾ നടത്തുന്ന വെല്ലുവിളിയാണ്. അതിന് അബൂബക്കർ മുസ്ലിയാർക്കോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ അതേ ആയിരക്കണക്കിന് സഖാഫിമാരും ആയിരക്കണക്കിന് അഹ്സനിമാരും ഒക്കെ ഉണ്ട് എന്ന് വാദിക്കുന്ന, അവർക്ക് വലിയ പവറും കഴിവും കപ്പാസിറ്റിയും അതുപോലെ രാഷ്ട്രീയ പിടിപാടുകളും അന്താരാഷ്ട്ര ഇടപെടലുകളും ഒക്കെ ഉണ്ടെന്ന് വാദിക്കുന്ന ഈ വലിയ പൈശാചിക ശക്തികളോട് മുസ്ലിമീങ്ങൾ നടത്തുന്ന വെല്ലുവിളിയാണ്. ഈ മുടിയുടെ ഉടമയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലെങ്കിൽ ഈ മുടിയുടെ ഉടമയാണ് നിങ്ങളുടെ ഹാത്തിമുൽ അംബിയ, അവസാന പ്രവാചകൻ എന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തനെ ഈ ലോകത്തുലകിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ഏത് വലിയ ഹോജയാണെങ്കിലും മുജാഹിദുകളുമായി, മുജാഹിദ് പ്രസ്ഥാനത്തിലെ കുട്ടികളുമായി സംവദിക്കാൻ, പരസ്യമായി സംവാദത്തിന് തയ്യാറായി രംഗത്ത് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത്രയും ഉറക്കെ പറഞ്ഞാലും നട്ടലുള്ള ഒരുത്തല കൂട്ടത്തിലില്ലെന്നറിയാം. അവർക്കറിയാം ഇത് റസൂലുള്ളയോടുള്ള നിന്ദയാണ് എന്ന്, ഇത് റസൂലുള്ളയെ അപമാനിക്കലാണ് എന്ന്. നമ്മളെക്കാൾ നന്നായി അറിയുന്നത് അബൂബക്കർ മുസ്ലിയാരും അബൂബക്കർ മുസ്ലിയാരുടെ പിണിയാളുകളുമാണ്. അതുകൊണ്ട് ആർജവത്തോടെ ഈ വെല്ലുവിളി നടത്തിയാൽ ഇത് ഏറ്റെടുത്ത് രംഗത്ത് വരാൻ ഒരുത്തനും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്രയും ഉറക്കെ പറയുന്നത്. കാരണം ഇത് പ്രവാചകനെ നിന്ദിക്കലാണ് എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ പുതിയ പ്രശ്നമുണ്ടായതിനു ശേഷം കൊച്ചിയിൽ നമ്മൾ ഇത് ആഹ്വാനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ തോടന്നൂർ ഇത് ആഹ്വാനം ചെയ്തു. ഇത് ഏറ്റെടുത്തു വരാൻ ഒരു വഹാബ് സഖാഫി വന്നിട്ട് പറഞ്ഞത്, മുസ്ലിമാണ്, ഞങ്ങൾ മുസ്ലിമാന്ന് അംഗീകരിക്ക്, ഈ മുടിയുടെ ഉടമയാണ് റസൂല്, ഈ മുടിയുടെ ഉടമയാണ് ഞങ്ങളുടെ പ്രവാചകനെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങളെ ഞാൻ മുർത്തദാക്കി തരാന്ന് ഞാൻ പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞാണ്, ഞങ്ങൾ മുർത്തദാണ് എന്നല്ല പറയുന്നത്, പിന്നെ മുർത്തദാക്കാൻ പറ്റുമെന്നാണ്. കണ്ണില്ലാത്ത അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ഒരാളെ കാഴ്ച കളയാൻ പറ്റുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. കാഴ്ചയില്ലാത്ത ഒരാളെ പിന്നെ കാഴ്ച കളയാൻ പറ്റൂലല്ലോ, അപ്പൊ മുർത്തദായ ഒരാളെ പിന്നെ മുർത്തദാക്കാൻ പറ്റൂലല്ലോ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പൊ ഇത് വളരെ കൃത്യമാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത്? ഇത് 15 കൊല്ലം, ആ 15 കൊല്ലം അതിനു മുമ്പ് കൊണ്ടുവന്ന് കേരളം മുഴുവനും അത് കച്ചവടമാക്കി വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് വലിയ വലിയ സിംഹാസനങ്ങൾ പണിത് അബൂബക്കർ മുസ്ലിയാർ അതിന് മാർക്കറ്റിൽ അല്പം ഇടിഞ്ഞു എന്ന് തോന്നിയപ്പോ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞ വാചകം എന്താണ് എന്ന് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം. അതിൽ എത്ര ഹക്കുണ്ട് എന്ന് പരിശോധിച്ചു നോക്കാം.
വലുതായിട്ടുണ്ട്. അത് ആ ഷഹർ മുബാറക്കും അതിന് പുറം മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷഹർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്. വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വേറെയും പല ബർക്കത്തിന്റെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. മുബാറക്ക്. അപ്പൊ സഹോദരങ്ങളെ കേട്ടുവല്ലോ, എന്താ പറഞ്ഞത്? പിന്നെ 1/2 സെന്റിമീറ്ററോളം മുടി നീണ്ടിട്ടുണ്ട് എന്നാണ്. 1/2 സെന്റിമീറ്ററോളം ഈ തിരുകേശം നീണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനെ മാർക്കറ്റ് തേടുകയാണ്. കാരണം സാധാരണ മുടിയല്ല, നേരെ മറിച്ച് ഇത് ശറഫാക്കപ്പെട്ട മുടിയാണ്. ആ മുടി 1/2 സെന്റിമീറ്ററോളം നീണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇതെന്തിനാന്ന് ചോദിച്ചാൽ പുതിയ മാർക്കറ്റ് തേടുകയാണ്. കാരണം ഈ നീണ്ട മുടി എന്ന് പറയുമ്പോൾ അത് പ്രവാചകന്റെ തിരുകേശമാണ് എന്ന് ഉറപ്പിക്കുവാനുള്ള പുതിയ നമ്പറാണ്. ആലോചിച്ച് നോക്കണം. ഇന്ന് ആരെങ്കിലും പറഞ്ഞാലോ അങ്ങനെ മുടി വളർന്നു എന്ന് പറഞ്ഞാൽ എവിടെ മുടി? ഈ മുടിക്ക് മാത്രം എന്താ ഒരു വളർച്ച? വേറെയും സ്ഥലങ്ങളിൽ മുടിയുണ്ടല്ലോ. ആ മുടികൾ ഈ രൂപത്തിൽ വളരുന്നുണ്ടോ? വേറെയും സ്ഥലത്ത് മുടികളുണ്ട് എന്ന് പറയുമ്പോൾ, അവകാശപ്പെടുമ്പോ അതും തിരുകേശമാണെന്ന് പറയുമ്പോ അവിടുത്തെ മുടികളും ഈ രൂപത്തിൽ വളരുന്നു എന്ന് തെളിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ സാധാരണക്കാരായ പാമരന്മാരായ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരികയാണ്. എന്താണെന്നറിയോ? അത് കിതാബിലുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ ആദ്യമായ പ്രതികരണം നടത്തിയ ഘട്ടത്തിൽ, ഇതിന്റെ ഒരു ക്ലിപ്പ് പുറത്തു വന്ന ഘട്ടത്തിൽ അതിന് ചുവട്ടിൽ കൊണ്ടുവന്ന് കമന്റ് ചെയ്യുകയാണ്. കാരണം സാധാരണക്കാരായ ആളുകളുടെ മുന്നിൽ ഇവർ കബളിപ്പിക്കുകയാണ്. ഇതൊക്കെ കിതാബിലുള്ള കാര്യമാണ്, ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ മുടികൾ വളരുന്ന സംഭവങ്ങൾ വളരെ മുമ്പേ കിതാബുകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാണ്. എന്നിട്ട് ഒരു കിതാബ് എടുത്ത് കാണിച്ചു കൊടുക്കും. ഏതാ കിതാബ്? ആ കിതാബിന്റെ പേര് ജവാഹിറുൽ ബിഹാർ എന്നാണ്. ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന കിതാബാണ് എന്ന് പറയും. ആ ജവാഹിറുൽ ബിഹാർ എന്ന് പറഞ്ഞ കിതാബിൽ നിന്ന് ഉദ്ധരണിയും വായിക്കും. ഉദ്ധരണി എന്താ? ഉദ്ധരണി മറ്റൊന്നുമല്ല, അതേ മുമ്പ് ഉണ്ടായ ഒരു മുടി. ആ മുടിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നു, അന്ന തിൽക ശഅറത റബ്ബമാ തതഹറക് ബിനഫ്സിഹാ. അതേ ആ മുടി ഇടക്കിടക്ക് ഇങ്ങനെ അനങ്ങും. വന്നഹു റആഹു ദാലിക, അത് പല ആളുകളും കണ്ടിട്ടുണ്ട്. വന്നഹു അഖ്ബറഹു മൻ ഇൻദഹു ബഅദു ശഅറാതി അന്നഹാ തതൂലു വയതവല്ലദു മിൻഹാ ശുഅബുൻ ഗൈറുഹാ. എന്നാ തെളിവ് പറയുന്നത്. മാത്രമല്ല അതിൽ ചില മുടികൾ അത് നീളും. മാത്രമല്ല ആ മുടിയിൽ നിന്ന് ഇങ്ങനെ ശാഖകൾ, ശുഅബുകൾ, ആ ഉപശാഖകളൊക്കെ ഉണ്ടായി അതിങ്ങനെ ഒരു വലിയ കൊല പോലെയായി മാറും. അപ്പൊ ഇതിങ്ങനെ ഉണ്ട് എന്നൊരു കിതാബ് എടുത്ത് വായിക്കുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാർ, ആ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കിതാബിലുള്ളതാണ്, ഇതൊക്കെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന രൂപത്തിൽ അത് മനസ്സിലാക്കുകയും തൽക്കാലം അവർ സമാധാനപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, ഏത് കിതാബിലുള്ളത്? ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന കിതാബിൽ ഉണ്ട്. ശരി, ആ കിതാബിലുള്ളത് എവിടുത്തെ മുടിയെ പറ്റിയാ പറഞ്ഞത്? അതിന്റെ മുമ്പ് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഈ മുടി കണ്ടതാരാ? ഈ മുടി അഥവാ ഈ വളരും എന്ന് പറഞ്ഞ മുടി, ആ മുടി ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. മാത്രമല്ല ഈ പറയപ്പെട്ട കിതാബ് 97 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണ്. അതിനൊരു പുറംചട്ടയ്ക്കിട്ട് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് അബൂബക്കർ മുസ്ലിയാരും മകനും കൂടി അറബിയിൽ ഒരു ബുക്ക് എഴുതുക, എന്നിട്ട് 97 കൊല്ലങ്ങൾക്ക് ശേഷം അതെടുത്ത് വായിക്കുക. ഇന്ത്യയിൽ കാലിക്കൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടിയുണ്ട്.
ആ മുടിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ യതവല്ലദു, ആ മുടി പ്രസവിക്കും. മാത്രമല്ല ആ മുടി നീളും എന്ന് ഇന്ന് എഴുതി വെച്ച ഒരു കിതാബ് 97 കൊല്ലത്തിന് ശേഷം വായിച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയാണ് ഈ കിതാബിന്റെ അവസ്ഥ. ആ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, കിതാബിൽ തന്നെ പറയുന്നത്, അതേ സയ്യിദി അബ്ദുൽ ഗനി നാബൽസി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം പറയാണ്, മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരാളെ കണ്ടുമുട്ടി. അയാളാരാ? കാന റജുലുൻ മിൻ ഉലമാഇൽ ഹുനൂദി, ഇന്ത്യയിൽ നിന്ന് വന്നൊരു പണ്ഡിതൻ. ഇസ്മുഹു ഗുലാം മുഹമ്മദ്, അയാളുടെ പേര് ഗുലാം മുഹമ്മദ് എന്നാണ്. അയാള് വന്നത് ഇന്ത്യയിൽ നിന്നാണ്. വകുഞ്ഞതുഹു അബൂ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ കുഞ്ഞ അബൂ മുഹമ്മദ് എന്നാണ്. യഖറഉ അലൈനാ ബഅദ ളുഹ്രി ഇലൽ അസ്ർ ഫി അവൈൽ ഫുതുഹാത്തിൽ മക്കിയ, അദ്ദേഹമാണ് ളുഹറിന് ശേഷം അതേ ഷെയ്ഖുൽ അക്ബറിന്റെ ഫുതുഹാത്തുൽ മക്കിയ എന്നൊരു കിതാബുമായി ഞങ്ങൾ കുറച്ചു നേരം വായിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാപ്പയെ സംബന്ധിച്ച് പറഞ്ഞു പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബിലെ അറിയപ്പെട്ട ഒരാളായിരുന്നു എന്ന് മാത്രമല്ല, വകാന മിമ്മൻ ജമഅഹും മിൻ കിബാരി ഫുഖഹാഇൽ ഹനഫിയ്യ ഫി ബിലാദിൽ ഹിന്ദി മലിക്കുഹും അൽ മഅറൂഫ് ബി ഔറംഗസീബ്. നിങ്ങൾ ഈ വാചകം ഓർത്തു വെക്കണം. കാരണം ഇനി നമുക്കത് ആവശ്യമുണ്ട്. കിതാബല്ലേ വേണ്ടത്, കിതാബിന്റെ അടിസ്ഥാനത്തിലല്ലേ പഠിക്കേണ്ടത്. അതെ, ഈ മുടി അഥവാ നീണ്ടു എന്ന് പറഞ്ഞ മുടി, ആ മുടിക്ക് വേണ്ടി നിങ്ങൾ കിതാബ് ധരിക്കുമ്പോ ഈ കിതാബിലുള്ള സംഗതി എപ്പോഴാണ് നടക്കുന്നത്? വകാന മിമ്മൻ ജമഅഹും മിൻ കിബാരി ഫുഖഹാഇൽ ഹനഫിയ്യത്തി ഫി ബിലാദിൽ ഹിന്ദി മലിക്കുഹും അൽ മഅറൂഫു ബി ഔറംഗസീബ്. ഔറംഗസീബ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ, മുഗൾ ഭരണകാലത്ത് ഔറംഗസീബ് നാട് ഭരിക്കുന്ന സമയത്താണ് ഈ നീളുന്ന മുടി ഉണ്ടായത്. അതെവിടെ? ഇന്ത്യയിലാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് വളരെ ചെറുപ്പം മുതൽ സ്കൂളിൽ നിന്ന് പറഞ്ഞ നമുക്ക് ഇന്ത്യയിൽ ഈ മുടി എവിടെയെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ആരും കണ്ടിട്ടുമില്ല. അന്ന് ആ ഔറംഗസീബിന്റെ കാലം മുതൽ ഇത് നീളുന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും? കാശ്മീരിൽ നിന്ന് കന്യാകുമാരിക്ക് പുറപ്പെട്ടുണ്ടോ മുടി? മാത്രല്ല യതവല്ലദു, ആ മുടി ഇങ്ങനെ പെറ്റുവരുന്ന ശുഅബുകളായി ഇങ്ങനെ വരുന്ന മുടിയാണ് ഈ ഔറംഗസീബിന്റെ കാലത്തുള്ള മുടി എന്ന് പറഞ്ഞാൽ അതിപ്പോ എത്ര കെട്ടായിട്ടുണ്ടാവും, എത്ര കെട്ടായിട്ടുണ്ടാവും. മാത്രല്ല ഇന്ത്യക്കാരായ നമുക്കൊന്നും ഇങ്ങനൊരു മുടിയെ സംബന്ധിച്ച് അറിവില്ല. ഹസ്രത്ത് ബാലിലെ മുടിയെ പറ്റി നമുക്കറിയാം. ഹസ്രത്ത് ബാൽ പള്ളിയിലെ മുടി അത് വളർന്നിട്ടുമില്ല, പെറ്റിട്ടുമില്ല. പിന്നെ ഒരു മുടി എന്ന് പറയുന്നത് വെല്ലൂര് ബാഖിയാത്തിൽ ലത്തീഫിയയിൽ ഉണ്ടെന്ന് പറയുന്ന മുടി, ആ മുടി ഇതുവരെ പെറ്റിട്ടില്ല, ആ മുടി വളർന്നിട്ടുമില്ല. ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയുന്ന മുടിയിലൊന്നും നമ്മൾ ഈ വളർച്ച കണ്ടിട്ടില്ലേ. നേരെ മറിച്ച് ഈ കിതാബിലും അതുപോലെ അബൂബക്കർ മുസ്ലിയുടെ കയ്യിലുള്ള മുടിയിലുമാണ് അത് പറയുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ജവാഹിറുൽ ബിഹാർ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആളുകൾ വിചാരിക്കും വലിയ എന്തോ കിതാബാണ്, വലിയ എന്തോ ബുക്കാണ്, വലിയ എന്തോ കിതാബിന്റെ കെട്ടാണെന്നൊക്കെ വിചാരിക്കും. 97 കൊല്ലം മുമ്പ് എഴുതിയ അതും ഒരു കഥ, അങ്ങ് അകലെ നിന്നുകൊണ്ട് സൗദിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ എന്ന് വന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞ കഥ, ആ കഥ എഴുതി വെച്ചതാണ് അറബിയിൽ ഇങ്ങനെ കിതാബ് എടുത്ത് വായിച്ചത്. എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കിതാബിൽ അത് മാത്രമല്ല ഉള്ളത്. നീളുന്നത് മാത്രം എന്തേ നിങ്ങൾ പിടിച്ചു, നീളുന്നത് മാത്രം എന്തേ നിങ്ങൾ കണ്ടു. അതേ കിതാബുകളിൽ തന്നെ രേഖപ്പെടുത്തിയല്ലോ, ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ, പ്രവാചകന്റെ കേശമാണെങ്കിൽ, അതേ നിങ്ങൾ അംഗീകരിക്കുന്ന ശൈഖുമാർ തന്നെ പറഞ്ഞില്ലയോ, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബിൽ തന്നെയും രേഖപ്പെടുത്തിയല്ലോ, അതേ ആ മുടിക്ക് നിഴലുണ്ടാവില്ല എന്ന് സീറത്തുൽ ഹലബിയയിൽ രേഖപ്പെടുത്തി വെച്ചില്ലയോ. അതുപോലെ തന്നെ ആ മുടിയിൽ അതേ ഈച്ചയെ പോലെ മാലിന്യങ്ങളിൽ ഇരിക്കുന്ന ജീവജാലങ്ങൾ അതിൽ തേൻ പുരട്ടിയാൽ പോലും വന്നിരിക്കില്ല എന്ന് അതേ നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ എഴുതി വെച്ചിട്ടില്ലയോ. നിങ്ങൾ പറഞ്ഞ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഹസ്രത്ത് ബാൽ പള്ളിയിലുള്ള മുടിയെ സംബന്ധിച്ച് അത് കളവ് പോയി തിരിച്ചു കിട്ടിയ ഘട്ടത്തിൽ സംശയം വന്നപ്പോ ഈ രൂപത്തിൽ അത് പരീക്ഷിച്ചു നോക്കി എന്നതടക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടില്ലയോ. എന്നാൽ ഇവിടെ അതേ കിതാബുകളിൽ നീളുന്നത് രേഖപ്പെടുത്തിയത് എടുത്തു വെച്ച് 1 മീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ നീണ്ടു എന്ന് പറയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മുടി സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ മാത്രമല്ല പ്രവാചകനെ അപമതിക്കാനും ആക്ഷേപിക്കാനും ഈ മുടി അതേ ഇസ്ലാമിന്റെ ശത്രുക്കൾ, നിരീശ്വരവാദികൾ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അത് റസൂലുള്ളാഹിന്റേതാണ് എന്ന് തെളിയിക്കുന്ന പരീക്ഷണങ്ങൾ നടത്താൻ തയ്യാറാകണമെന്നാണ്. അതേതെല്ലാം രൂപത്തിലാണ്? വളരെ കൃത്യമായി തന്നെ അതേ മുജാഹിദുകളല്ലാത്തവർ പോലും നടത്തുന്ന ഒരു ആവശ്യമാണത്. ആ ആവശ്യം നമുക്കൊന്ന് കേട്ടുവരാം.
മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, ഏത് കേശവും കത്തിച്ചാൽ കത്തും, അത് ബോഡി വേസ്റ്റ് ആണെന്ന്, അതിന് പ്രത്യേകതയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ അന്ന് തന്നെ ബഹുമാന്യനായ കാന്തപുരം അത് പരസ്യമായി കത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു, കത്തില്ല എന്ന്. ഞാനൊരു സജഷൻ വെക്കട്ടെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. ഹബീബായ തങ്ങളുടെ ഈ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രം അംഗീകരിക്കുന്ന ശ്രീ പിണറായി വിജയൻ കണ്ണും ചിമ്മി നിഷേധിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞങ്ങളുടെ പ്രവാചക തിരുമേനിക്ക് ചില പ്രത്യേകതകൾ വഫാത്തിന് മരണാനന്തരവും ഉണ്ട്, അത് ഞങ്ങൾക്ക് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സുവർണാവസരം, ഗോൾഡൻ ചാൻസ് ആണിത്. ബഹുമാന്യനായ കാന്തപുരം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കേൾക്കുക. കോഴിക്കോടോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ആകട്ടെ, കാരണം ഈ മാധ്യമങ്ങൾ വഴി പെട്ടെന്ന് വാർത്ത സ്പ്രെഡാകുമല്ലോ. ആ തിരുകേശം എല്ലാ അർഹിക്കുന്നവരെയും ആദരവോടുകൂടി കൊണ്ടുവരിക, മീഡിയയ്ക്ക് മുമ്പിൽ വെച്ച് അതിന് തീ കൊളുത്തുക. അത് കത്തില്ലെന്ന് കാണുമ്പോൾ, വിശുദ്ധ കേശമാണെങ്കിൽ കത്തില്ല തീർച്ച. ലോക സമൂഹത്തിനും മുഖ്യമന്ത്രിക്കും മൊത്തം ബോധ്യപ്പെട്ടല്ലോ, ഇതൊരു അത്ഭുതകരമായ യാഥാർത്ഥ്യമാണ്, പ്രവാചക തിരുമേനി സത്യമാണ്, ഇസ്ലാം സത്യമാണെന്ന് പറഞ്ഞ് ഒരു വലിയ വിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് വരാനും പ്രവാചകൻ അംഗീകരിക്കാൻ തയ്യാറാകുമല്ലോ. ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് ആ ചാൻസ് ബഹുമാന്യനായ കാന്തപുരം ഉപയോഗപ്പെടുത്തണമെന്നാണ് താല്പര്യപ്പെടുന്നത്. ഇത് ഞാൻ വെക്കുന്ന മാത്രം നിർദ്ദേശമല്ല, സഖാവ് ടി.കെ. ഹംസ വളരെ കൃത്യമായി ഈ കാര്യം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ലേഖനത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. മുടി വിവാദത്തിലെ രാഷ്ട്രീയം. അദ്ദേഹം പറഞ്ഞു, കത്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ അത് കത്തിത്തീർന്നാൽ അതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന അജണ്ട നടപ്പാക്കാൻ കഴിയാതെ വരും എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ടാവാം. അത് അദ്ദേഹത്തിന്റെ സംശയമാണ്, നമ്മൾ അംഗീകരിക്കണം, നമ്മൾ സുന്നിക്കണം, നമുക്ക് ആ സംശയമല്ല. കത്തിച്ചാൽ കത്തുകയില്ലെന്ന് ഇരു കൂട്ടർക്കും ഉറപ്പാണെങ്കിൽ, കാരണം രണ്ട് കൂട്ടരും നമ്മൾ പറയുന്നു നിങ്ങൾ പറയുന്നു കത്തിച്ചാൽ കത്തില്ല, ഉറപ്പാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ചാൽ എന്താണെന്ന് നമുക്ക് തോന്നിപ്പോകും. വളരെ കൃത്യമായ ചോദ്യമാണത്, നിരീക്ഷണമാണ്. മാത്രം അദ്ദേഹം പരീക്ഷണം വേണ്ട എന്ന് പറയുമ്പോൾ കത്താനും സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നത് ആരാണ്? അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നും, കത്തിച്ചു നോക്കാൻ തയ്യാറാകില്ല കത്താത്ത ഒരു വസ്തു എന്ന് പറയുമ്പോൾ സംശയം വരും. അപ്പൊ ഈ മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹം ഇത് വ്യാജകേശമാണെന്ന് പറയുന്നത് പ്രതിരോധിക്കാനും പ്രവാചക തിരുമേനിയുടെ അമാനുഷികത മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് പോലും ബോധ്യപ്പെടുത്താൻ കിട്ടിയ അവസരം ഒരു വല്ലാത്ത അവസരമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ സംശയിച്ചു നിൽക്കുന്നത്? ഔറംഗസീബ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ ഹസ്രത്ത് ബാൽ മസ്ജിദിലെ കേശം കളവ് പോയപ്പോൾ പിന്നീട് തിരിച്ചു കിട്ടി. ഔറംഗസീബ് ചക്രവർത്തി അത് വീണ്ടും ഹസ്രത്ത് ബാൽ മസ്ജിദ് സ്ഥാപിക്കുമ്പോൾ ഇത് വിശുദ്ധ കേശമാണെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ചെയ്തത് എന്താ? വളരെ കൃത്യമുള്ള ചരിത്രം. അദ്ദേഹം സൂര്യപ്രകാശം വെച്ചു നോക്കി, അത് നിഴലില്ല. ആ മുടി തീയിലിട്ട് നോക്കി, കത്തുന്നില്ല. അതിൽ തേൻ പുരട്ടി പുറത്തു വെച്ച് നോക്കി, ഈച്ചകൾ അടുക്കുന്നില്ല. ഇങ്ങനെ ഉറപ്പുവരുത്തി പരീക്ഷിച്ചിട്ടാണല്ലോ അത് വീണ്ടും അവിടെ സ്ഥാപിച്ചത്. ഇന്നും ആ വിശുദ്ധ കേശം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാൻ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിക്കുന്നതിൽ നിന്ന് ജനസമൂഹത്തെ തിരുത്താൻ, കേരള മുഖ്യമന്ത്രി തിരുത്താൻ ബഹുമാന്യനായ കാന്തപുരം ഈ സംരംഭവുമായി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സുന്നി വിഭാഗം ഐക്യകണ്ഠേനെ ഇതിലെല്ലാം സപ്പോർട്ട് നൽകുമെന്ന് മാത്രമല്ല, അത് കാന്തപുരം തെളിയിച്ചു കഴിഞ്ഞാൽ സുന്നി ഐക്യത്തിനുള്ള സാധ്യത വളരെ വളരെ അടുത്തെത്തി നിൽക്കുമെന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ കണ്ടോ, അപ്പൊ ഔറംഗസീബിന്റെ കാലത്ത് മുടിയുടെ കാര്യത്തിൽ സംശയം വന്നപ്പോ കത്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഔറംഗസീബിന്റെ ഒരു ഭാഗം സ്വീകരിക്കുന്ന ആളുകൾ ഔറംഗസീബിന്റെ മറ്റേ ഭാഗം എന്താ സ്വീകരിക്കാത്തത്? നീളുന്ന വിഷയം ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ അത് ഔറംഗസീബ് പറഞ്ഞല്ല, നേരെ മറിച്ച് ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ അങ്ങകലെ സൗദി അറേബ്യയിൽ പോയിരുന്ന് ഇവിടുത്തെ കഥ പറഞ്ഞതാ. അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ കഥ എടുത്തുകൊണ്ട് അത് വെച്ചിട്ട് മുടി വളരുന്ന പ്രതിഭാസമുണ്ട് എന്ന് പറഞ്ഞ് വളർത്താൻ ശ്രമിക്കുന്ന ആളുകൾ അതേ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ തന്നെ മുടിയുടെ കാര്യത്തിൽ സംശയം വന്നപ്പോൾ അത് കത്തിച്ചു നോക്കിയപ്പോൾ കത്തിയില്ല, നിഴൽ നോക്കിയപ്പോൾ നിഴൽ കണ്ടില്ല,
എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നടന്നു എന്ന് പറയപ്പെടുന്നത് ഇതുകൂടെ സ്വീകരിക്കണ്ടേ? എന്തുകൊണ്ടതിന് തയ്യാറാകുന്നില്ല, എന്തുകൊണ്ടതിന് ഒരുങ്ങുന്നില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കേശം ഇവര് പറയുന്നു റസൂലുള്ളാന്റെ ആ മുടിക്ക് നിഴലുണ്ടാവില്ല. പക്ഷെ ഇവര് കൊണ്ടുവന്ന മുടിക്ക് നിഴലുണ്ട്. അതല്ലേ വിഷയം. ഇവര് കൊണ്ടുവന്ന മുടി അഥവാ ഹസ്രജിയുടെ പക്കലുള്ള മുടിക്കെട്ട്, വലിയ കെട്ടാ, നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാം. ആ മുടിക്ക് നിഴലുണ്ടാവില്ല എന്ന് പറയുന്ന വാക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്. അങ്ങനെ പലതും ഉണ്ട്. അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്, അങ്ങനെ പലതും ഉണ്ട്. കണ്ടു, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ നിഴല് കാണാൻ നിങ്ങൾക്ക് അത് തീർന്നിട്ടില്ല. ഫുള്ള് ഇട്ടോളി, മ്യൂട്ടാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത് നിഴലുണ്ട്. പ്രവാചകന്റേതാണെങ്കിൽ നിഴലില്ല എന്ന് പറയുമ്പോൾ ഹസ്രജിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന മുടിക്ക് നിഴലുണ്ട്. അത് എടുക്കുമ്പോഴും പൊക്കുമ്പോഴൊക്കെ നിഴൽ വരുന്നുണ്ട്. അപ്പൊ ഈ നിഴലുള്ള മുടി എങ്ങനെയാ നിങ്ങളുടെ വിശ്വാസപ്രകാരം അത് റസൂലുള്ളാഹിന്റെ മുടിയാവൽ? ഇത് കൃത്യമായി ഖസാനത്തുൽ ഹസ്രജിയ എന്ന പേരിൽ നടത്തപ്പെടുന്ന സ്ഥാപനത്തിൽ പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞിട്ട് ആ മുടി തന്നെ നിങ്ങൾ കാണാം, മീറ്ററുകളോളം നീളമുള്ള മുടി. അതും പ്രവാചകനെ ആക്ഷേപിക്കലാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ വീക്ഷണമുണ്ട് ഇസ്ലാമിൽ, വളരെ കൃത്യമായ അറിയിപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളം എത്രയെന്ന് പറയുന്നുണ്ട്. ഇത് വലിയ നീളമുള്ള വലിയ നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾ അവരുടെ നിതംബം വരെ വളർത്തുന്ന രൂപത്തിൽ വലിയ മുടിയാണ്. ഇത് വെച്ച റസൂല് നടന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്രയും നീണ്ട മുടിയുമായിട്ടാ റസൂല് നടന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്, മഅറൂഫായ കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച ആളാണ്. റസൂലുള്ളാഹിന്റെ നടത്തവും റസൂലുള്ളാഹിന്റെ ഇരുത്തവും റസൂലുള്ളാഹിന്റെ കിടത്തവും റസൂലുള്ളാഹിന്റെ ചലനങ്ങളും നബിയുടെ ചിരിയും റസൂലുള്ളാഹിന്റെ സംസാരവും എവിടൊക്കെ വെച്ച് റസൂല് പുഞ്ചിരിച്ചു. ആ ചിരിച്ച വേളയിൽ പ്രവാചകന്റെ എത്ര പല്ലുകൾ പ്രകടമായി എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ട നേതാവാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് തുല്യമായ ഒരു ചരിത്രം വേറൊരാളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടില്ല. ഇമാം നവവി തന്റെ ശറഹ് മുസ്ലിമിൽ പ്രവാചകന്റെ ആ മുടിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം 10 കൊല്ലം വൃത്തിനായി ജീവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. എന്താ എഴുതിയത്? യുഅദ്ദു അബ്ദൻ തൂഫിയ വലൈസ ഫീ റഅസിഹി വലിഹ്യതിഹി 20 ശഅറതൻ ബൈളാ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിൽ പോലും പ്രവാചകന്റെ മുടിയിൽ നിന്ന് എത്ര മുടി നരച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ട്. 20ഓളം മുടികളാണ് പ്രവാചകന്റെ തലയിൽ നിന്നും താടിരോമങ്ങളിൽ നിന്നും നരച്ചതായി ഞങ്ങൾ എണ്ണിയത് എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിന് ഇമാം നവവി ശറഹ് എഴുതുമ്പോൾ രേഖപ്പെടുത്തിയത് കാണാം. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മുടിയിൽ നിന്ന് എത്ര മുടി നരച്ചിട്ടുണ്ട് എന്ന് പോലും എണ്ണിയെടുത്ത് സ്വഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയുടെ തലമുടിയുടെ നീളം എത്രയെന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നീളം അശ്ശമാഇലു ശരീഫ എന്ന് പറയുന്ന ഇമാം സയൂത്തിയുടെ കിതാബ്, ആ കിതാബിൽ പറയുന്നത് കാണാം. വഖദ് ദല്ലത്ത് സിഹാഹുൽ അഖ്ബാരി അലാ അന്ന ശഅറഹു ഇലാ അൻസാഫി ഉദ്നൈഹി വഫീ റിവായത്തിൻ യബ്ലുഗു ശഹ്മത ഉദ്നൈഹി വഫീ ഖുറാ ബൈന ഉദ്നൈഹി വആതിഖിഹി وفي أخرى يضرب منكبيه ولم يبلغنا في طوله أكثر من ذلك. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ചെവിക്കുറ്റി വരെ നീണ്ടതുണ്ട്. അതുപോലെ ചെവിയുടെ അഗ്രഭാഗം വരെ നീണ്ടത് റിപ്പോർട്ടുണ്ട്, പിരടി വരെ നീണ്ട റിപ്പോർട്ടുണ്ട്. മാത്രമല്ല പ്രവാചകന്റെ മുടി യദ്രിബു അൻകിബൈഹി 2 ചുമലുകൾ വരെ നീണ്ട റിപ്പോർട്ടുണ്ട്. 2 ചുമലുകൾ വരെ റസൂലുള്ളാഹിന്റെ മുടി നീണ്ടതുണ്ട് എന്ന് മാത്രമല്ല വലം യബ്ലുഗുനാ ഫീ തൂലിഹി അക്തറു മിൻ ദാലിക്, അതിനേക്കാൾ പ്രവാചകന്റെ മുടി നീണ്ട ഒരു റിപ്പോർട്ടുമില്ല, അങ്ങനെ ഒരു സംഭവവും ഇല്ല. അപ്പൊ പ്രവാചകന്റെ തലമുടി എത്ര ഉണ്ടായിരുന്നു, കേശം എത്ര നീണ്ടിരുന്നു എന്ന് വരെ കൃത്യമായുണ്ട്. അതിന്റെ മാക്സിമം ലെവൽ എത്രയായിരുന്നു എന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം നീണ്ടിട്ടില്ല.
ഇത് കൃത്യമാണ്. എന്ന് മാത്രമല്ല, ഏതെല്ലാം ഘട്ടത്തിലാണ് പ്രവാചകന്റെ തലമുടി മുണ്ടനം ചെയ്തത്, പ്രവാചകന്റെ തലയിൽ നിന്ന് മുടി നീക്കിയത് എന്നുവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പണ്ടൊരു ചങ്ങാതി വന്നിട്ടൊരു വാദം നടത്തി. വാദം എന്താന്ന് ചോദിച്ചാൽ, മദീനത്ത് ഒരു കിണർ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു കിണർ, ആ കിണർ മദീനത്തുണ്ടായിട്ടില്ല എന്നാണ് ഇയാൾ വാദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാൾ പറയാണ് ബീറു ദർവാൻ എന്ന് പറഞ്ഞൊരു കിണർ മദീനത്തുണ്ടായിട്ടില്ല. എവിടുന്നാ പറയുന്നത്? കേരളത്തിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് പറഞ്ഞത്. ബീറു ദർവാൻ എന്ന് പറഞ്ഞ കിണർ മദീനത്തുണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കണേ. ഇനിയിപ്പോ നമ്മൾ ബീറു ദർവാൻ എന്നൊരു കിണർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്ന് തെളിയിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിച്ചത് വലിയ സാഹസമായിരിക്കും. കാര്യം നമ്മുടെ പഞ്ചായത്തിൽ എത്ര കിണറുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എത്ര കിണറുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഇത് 1400 കൊല്ലം മുമ്പും മദീനയിൽ എത്ര കിണറുണ്ട്, അതിന്റെ ആധാരം കൊടുക്കണം. പരിശോധിച്ചപ്പോ ബിർ ദിർവാൻ മാത്രമല്ല, മദീനയിലെ മുഴുവൻ കിണറുകളുടെയും അടിയാധാരം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ആബാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിന്റെ പേരാ റസൂലുള്ളാഹിന്റെ കിണറുകളെ പറ്റി പറയുന്ന കിതാബ്. കിണറുണ്ട് എന്ന് പറഞ്ഞ പോലല്ല, ആ കിണറുണ്ട് എന്നതിന്റെ തെളിവ്, ആ കിണർ ആരുടെ അധീനതയിലായിരുന്നു എന്നുള്ള തെളിവ്, ആ കിണർ എത്ര പഴക്കുണ്ടായിരുന്നു തെളിവ്, ആ കിണർ വെള്ളം ഉണ്ടായിട്ടുണ്ടോ, അത് പൊട്ടക്കിണറാണോ എന്നുള്ളതിന്റെ തെളിവ്. ഇങ്ങനെ കിണറുകളെ സംബന്ധിച്ച് മാത്രം റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ ഷെയർ റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറയുമ്പോൾ ഒരുത്തര് വന്നിട്ടൊരു കുതിരവാല് പോലുള്ള മുടി കാട്ടി ഇതാ നബിയുടെ മുടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് പിടിച്ചു നിർത്തും, രേഖകൾ കൊണ്ട് സംസാരിക്കും. റസൂലുള്ളാഹിന്റെ മുടി, ആ മുടിയുടെ നീളം എത്ര എന്നവരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രവാചകന്റെ പേരിൽ ഒരു കാര്യം ഉമ്മത്ത് പറയണമെങ്കിൽ, ഈ ഉമ്മത്ത് സംസാരിക്കണമെങ്കിൽ അതിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹക്കായതേ പറയാവൂ, ഹക്കായതേ പറയാവൂ, ഹക്കല്ലാത്തത് പറയരുത്. മാത്രമല്ല റസൂൽ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളവുകൾ പറയുന്നത് പോലെയല്ല. എന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞാൽ, നിങ്ങൾ പല ആവശ്യങ്ങൾക്ക് കളവ് പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലല്ല എന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞാൽ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം നുണ പറഞ്ഞാൽ അവൻ നരകത്തിലെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ. പ്രവാചകൻ പറയുകയാണ്, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരികയാണ്, എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം നുണ പറഞ്ഞാൽ അവൻ നരകത്തിന്റെ വിറകാണെന്ന് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടും ഒരു മടിയുമില്ലാതെ ഉസ്താദുമാര് തലപ്പാവം ധരിച്ചു വന്നിട്ട് വഅദ് പറയാണ്. എന്താ വഅദ് കേട്ടോ? ഈ മുടിയെ പറ്റി പറയുന്ന വഅദ്, അതും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ഇരുത്തിക്കൊണ്ട് പറയുന്ന വഅദ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ഷഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഇതിനപ്പുറം എന്തു പറയാനാ? ഇതിനപ്പുറം എന്തു പറയാനാണ്? എന്റെ ജാതി നുണയാ തെറ്റുവിടുന്നത്. പറയണ കേട്ടാ തോന്നും മൂപ്പറ പോയി പറിച്ചോണ്ട് വന്നത്. റസൂലുള്ളാഹിന്റെ തലേന്നൊന്ന്, റസൂലുള്ളാഹിന്റെ താടിരോമത്തിന്നൊന്ന്, റസൂലുള്ളാഹിന്റെ കൈയുടെ രോമത്തിന്നൊന്ന് പറിച്ചത് മൂപ്പരാന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ നുണ പറയുകയാണ്. തട്ടിവിടെയാണ് കൗമ്, പാവം ജനത. കാര്യം ഉമ്മത്ത് എന്ത് പറഞ്ഞാലും തക്ബീർ വിളിക്കും. ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കുമ്പോ എറണാകുളത്ത് പരിപാടി അബൂബക്കർ മുസ്ലിയാര്, അവിടെയും കുറെ അവരെന്താ വിളിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. സാധുക്കളാണ്. ഒരിങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം, എപ്പോഴും നോക്കി. ഇതിലും വലിയ തട്ടിപ്പും തരികിടയും. ആ തരികിടക്കാണ് നിങ്ങൾ ഈ ഉസ്താദിയത്ത് നൽകുന്നതെങ്കിൽ മോൻസൻ ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. ഇവിടെ മോൻസൻ അല്ലേ, അയാളുടെ കയ്യിൽ ഇതിലും വലിയ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മോൻസന്റെ കയ്യിൽ മൂസാനബിയുടെ വടിവരുണ്ടായിരുന്നു. മൂസാനബിയുടെ വടിവര കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്തു. കാര്യം മോൻസിന് മനസ്സിലായി ഇത് നല്ല ചരക്കാണ്, ഈ കച്ചവടം ഇവിടെ നന്നായി ഓടുന്ന കച്ചവടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോൻസൻ വരെ രംഗത്ത് വന്നു. നമ്മൾ മനസ്സിലാക്കണം,
എന്നാൽ ഈ നുണ കേട്ട് വേറൊരു മുസ്ലിയാർ പറയാണ്, ഏത് റസൂലുള്ളാന്റെ താടിരോമത്തിൽ നിന്നും റസൂലുള്ളാന്റെ തലമുടിയിൽ നിന്നും പ്രവാചകന്റെ കയ്യിന്റെ രോമത്തിൽ നിന്നുമാണ് മുടി കിട്ടിയെന്ന് കേട്ടപ്പോ നമ്മുടെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞെന്താന്ന് കേട്ടു നോക്ക്. ഇപ്പൊ അവര് ഈ മുടിന്റെ വിഷയത്തിൽ സംസാരിച്ചത് ആകെ തുക അത്തും പുത്തും തൊള്ളേ തോണിയാ പറയും. തൊള്ളേ തോണി ഒരു അല്പം വിവരമുള്ളവനെങ്കിൽ പറയൂ. നാളന്മാർക്ക് പറയാൻ കഴിയുന്നത് ഒരുക്കൊന്ന് പിന്നെ ഒരുക്കൊന്ന് പിന്നെ ഒരുക്കൊന്ന് പിന്നെ ഒരുക്കൊന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ചില ശിഷ്യന്മാര് മരം പൊള്ളു അത് അവിടുത്തെ മുടിയാണ്, മറ്റേ കയ്യമത്തെ മുടിയാണ്, മറ്റേ താടിന്റെ എടുക്കത്തെ മുടിയാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാ വലിച്ചു എന്നല്ലാണ് എന്ത് പറയാനാത്തത്. അത്തും പുത്തും ഇങ്ങനെ പറയാ, ഇങ്ങനെ പല അത്തും പുത്തും പറയലുണ്ട്. കണ്ടോ, ഇതാണ് ചെറുശ്ശേരി ദലിത് മുസ്ലിയാർക്ക് പറയാനുള്ളത്. എന്നത് ഒരു മുസ്ലിയാർ പോലും പരസ്യമായിട്ട് വന്ന് പറയാണ്, കൂട്ടരെ ഇത് വെറുതെ എന്തോ തോന്നിയാസം വിളിച്ച് പറയണം, അത്തും പിത്തും പറയാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്ത് ഇന്നും അത് സഹിക്കുകയാണ്. ഇത് ഏതെങ്കിലും അബൂബക്കർ മുസ്ലിയാരുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലാരുടെ കാര്യമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇവരിപ്പതാ പറയുന്നത്, ഞങ്ങൾ പലതും ചെയ്യും, നിങ്ങൾക്ക് എന്താണ് നമ്മളോട് ചോദിക്കുക. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആ നിലക്ക് പലതും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തോ, ഞങ്ങൾ ആരും ചോദിക്കാൻ വരൂല. പക്ഷെ ഈ തൊടുന്നത് ആരാന്നറിയോ, എവിടെയായി കൈകാര്യം ചെയ്ത് നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ പുറം ശത്രുക്കളും അകത്തുള്ള ഈ ശത്രുക്കളും കൈകാര്യം ചെയ്ത് അപമാനിക്കാൻ ശ്രമിക്കുന്നത് നബിയെയാണ്, റസൂലുള്ളയെയാണ്. മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിത്വത്തെയാണ് ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഉമ്മത്ത് ഇടപെട്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. കാരണം ഇത് വളരെ ബോധപൂർവമായി ഒരു മനുഷ്യനെ അറിയാതെ അബദ്ധത്തിൽ ചാടുകയല്ല. അങ്ങനെയൊക്കെ മനുഷ്യന് സംഭവിക്കാം, വല്ല നാക്കുപുഴയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പ്രവാചകന്റെ തിരുകേശം തെറ്റിദ്ധരിച്ചിട്ട് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്ത മുടിയാണ്, ആ നിലക്കൊക്കെ പറ്റിക്കപ്പെടുകയോ അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ വിട്ടുകൊടുക്കാം. പക്ഷെ ഇതങ്ങനല്ല, ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നത്. എവിടുന്നായി മുടി കിട്ടിയത്? അദ്ദേഹം പറയുന്നു മാർഹറ ഷെരീഫിൽ നിന്നാണ്. മാർഹറ ഷെരീഫ് ഡൽഹിയിലാണ്. നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചു കേട്ടോളൂ. അദ്ദേഹം പറയട്ടെ, അടുക്കൽ വരെ അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുതുബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷെയർ മുബാറക്ക്. എന്തിന് സഹോദരങ്ങള്, ഈ ഷെയർ മുബാറക്കിലേക്ക് കയറണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട 2-3 കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, വിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. കണ്ടോ, ഇതിനപ്പുറം എന്ത് ചവിട്ടിത്തേക്കാനാ റസൂലുള്ളയെ? സാധാരണ പറയുന്ന അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും ഡാശ് മുന്നോട്ട് എന്ന് പറയാറുണ്ട്. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്നതിന്റെ അങ്ങേത്തല അപമാനിച്ചു, ആക്ഷേപിച്ചു. എന്നിട്ട് വീണ്ടും വന്നിട്ട് പറയാ റസൂലിനെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഇത് എവിടുന്നാ കിട്ടിയത്? അതിന് എന്താ ഉത്തരം? ഇത് മർഹറ ഷരീഫിൽ നിന്നാണ്, ഖുതുബുദ്ദീൻ ഫിർദൗസി വഴിയാണ്. ആ ഖുതുബുദ്ദീൻ ഫിർദൗസി എവിടെ? ഡൽഹിയിലാണ്. ഇതാ പറഞ്ഞു പോയത്. അപ്പൊ പിന്നെ ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ ആ സനദെവിടെ? ഇവിടെ കുറെ തലകുത്തി പറഞ്ഞു സനദിന് വേണ്ടി. അബുദാബിയിൽ ചെന്ന് അവിടുന്ന് ഈ സനദ് കിട്ടിയാൽ അത് ആവശ്യമുണ്ട് എന്നുള്ള ആഹ്വാനം കിട്ടി അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തി. അവസാനം ഇതൊക്കെ മറന്നു. ഈ മർഹറ ഷരീഫ് പറഞ്ഞതും ഖുതുബുദ്ദീൻ ഫിർദൗസി എന്ന് പറഞ്ഞതും അവിടുന്നാണ് മുടി കിട്ടി എന്ന് പറഞ്ഞതും ഒക്കെ മറന്നിട്ട്
ഇദ്ദേഹം എന്തറിയോ ഒരു പുതിയ തട്ടിപ്പ്. ആ തട്ടിപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഈ AP സമസ്തക്കാരുടെ പള്ളിയിലെ ഹത്തീബുമാരും സഖാഫികളും ഒക്കെ അടങ്ങുന്ന ആളുകളെ കോട്ടക്കലിൽ വിളിച്ചു വരുത്തി. കോട്ടക്കലിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ഇതാ ഏടുയർത്തി കാണിക്കുകയാണ്, മൂസാ നബിയുടെ തൗറാത്ത് കാണിക്കുന്നത് പോലെ. എന്നിട്ട് പറയും, ഇതാണ് സനത്, എന്റെ കയ്യിൽ സനത് കിട്ടി, ആ സനത് ഇതാണ്. ഇനി നിങ്ങൾ ആ സനത് വായിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വരികയാണ്. ആ സനത് വായിക്കുന്നത് കേട്ട് നോക്കൂ നിങ്ങൾ. എന്താ അതിൽ പറയുന്നത്? കുത്തുബുദ്ദീൻ ഫിർദൗസി എന്നാണോ? നടക്കുന്ന ഷഹർ മുബാറക്കിന്റെ സനത് ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനത് മുയ മുബാറക്, പാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास निहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എന്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाखे मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज सकाफत सुन्नी इस्लामिया कानंदूर जिला कालिकट केरला के जनाब हजरत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के जरिए से दस्तार हुआ. അതിന്റെ ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് തഖാഫത്തി സുന്നിയ എന്ന് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहां के तमाम सुन्नी अहबाब उस मोए मुबारक की जियारत से फैज हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഹർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത്. അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും 4 സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിന്റെ തഫ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, السيد عبد الله القادري, السيد نظام الدين القادري, السيد إمام الدين القادري, السيد سيف الدين القادري, السيد إمام الدين القادري, السيد نظام الدين, السيد بوكر القادري, السيد അബൂബക്കർ അൽ ഖാദിരി. സംഗതി വരുമ്പോ സ്ഥലത്ത് ഒരു മാതിരി മനസ്സിലാക്കണം. ഈ ഖാദിരികളൊക്കെ കൂടിയിട്ട് ഒരു മാതിരി ഒരു സ്ഥലത്ത് വായിച്ചു. എവിടെ കുത്തുബുദ്ദീൻ ഫിർദൗസി? എവിടെ ഡൽഹിക്കാരെവിടെ? നിങ്ങൾ പറഞ്ഞത് കുത്തുബുദ്ദീൻ ഫിർദൗസി തന്ന മുടിയാണെന്നല്ലേ, മർഹറ ഷെരീഫ് എന്നല്ലേ, ഡൽഹി എന്നല്ലേ? എന്നാൽ സനത് വായിച്ചപ്പോ ഡൽഹി കാണുന്നില്ലല്ലോ. ഡൽഹിന്ന് വന്ന മുടിക്ക് ബോംബെന്ന് സനത്. ഇതെന്ത് മറിമായാണ്? കാരണം കുത്തുബുദ്ദീൻ ഫിർദൗസി നിങ്ങൾ തന്നെ പറഞ്ഞു ഡൽഹിയിലാണ്, മർഹറ ഷെരീഫിലാണ്. സനത് ഈ നാട്ടിലെ സഖാഫിമാരെയും മൂല്യമാരെയും കിതാബോധിയ മുത്തവ്വലും അതുപോലെ തന്നെ കിതാബൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഡിഗ്രി എടുത്ത് സനതെടുത്ത് പുറത്തിറങ്ങിയ ഈ ഹത്തീമുമാരെ മുദരിസുമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഈ ജാതി പച്ച നോണ തട്ടിവിടാൻ അബൂബക്കർ മുസ്ലിയാർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയോ? ഇത് അടുക്കള നടക്കം പറയലല്ലോ, വടുതല ജംഗ്ഷനിൽ നിന്നായി പറയണേ. AP സമസ്തയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ കേൾക്കുണ്ടാവുമല്ലോ ഇവിടെ എവിടെങ്കിലും നിന്നിട്ട്. അവരിത് നിഷേധിക്കോ? എങ്ങനെ? അല്ല, ഉസ്താദ് പറഞ്ഞത് ഹഖാൻ, ഹക്കുമ്മേൽ ഹഖാൻ, ഹക്കൻ അലൽ ഹക്ക് എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ഞങ്ങൾക്കറിയാം ഇത് 100% തട്ടിപ്പാണ്. അത് തലപ്പാവും ധരിച്ച് നീളക്കുപ്പായും ഇട്ട് പ്രവാചകന്റെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നൊരു ഏടുമെടുത്തിട്ട് വായിക്കണം. വായിച്ച ഒന്നാമത്തെ ആളുടെ പേര് തന്നെ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയ വാല. സംഗതി ഇപ്പോ പണ്ട് പറയാറുണ്ട്, ലാ തല വല വാല, തലയും വാലും ഇല്ല. ഈ ജാതി തലയും വാലും ഇല്ലാത്ത ബോംബെയിലെ ചോർ ബസാറിലെ ഒരു അഴുക്ക് പിടിച്ച ബിൽഡിങ്ങിന്റെ 3ാം നിലയിൽ തട്ടുമ്മ കയറിയിരിക്കുന്ന ആളുടെ പേരാണ് ഈ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയ വാല.
അയാൾ കയ്യിൽ ഒരു മുടിയല്ല, നേരെ മറിച്ച് കെട്ടുകണക്കിന് മുടികൾ അയാൾ കട്ടിനടിയിൽ സുന്ദരമായി സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ കട്ടിലിന്റെ അടിയിലാണ് പിന്നെ മുടി സൂക്ഷിച്ചതെങ്കിലും റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചെങ്കിലും അയാൾ കിടക്കണത് കട്ടിലിന്റെ മുകളിലും. മനസ്സിലാക്കണം, അറ്റത്ത് മുടിയുണ്ട്. ആ രൂപത്തിൽ മുടിക്കെട്ടുകൾ ശേഖരിച്ച് ഏതാണ്ട് 40ഓളം വരുന്ന റസൂലുള്ളാഹിന്റെ തലേക്കെട്ടടക്കം. നബിയെ കിട്ടിയ തലേക്കെട്ട് ബോംബെയിൽ അബൂബക്കർ ഈ പറയുന്ന ജാലിയൻവാലയുടെ കയ്യിലുണ്ട്. മോൺസന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടിയുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വേണ്ട ചുരുക്കി പറഞ്ഞാൽ ഇയാളൊരു ആക്രി കച്ചവടക്കാരനാ. ആര്? ഈ ജാലിയൻവാല. അതുകൊണ്ടാണ് ഇത്രയും പരിശുദ്ധമായ സനദിൽ മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിയൻവാല എന്ന് വായിച്ചപ്പോ അത് പോയി നിന്നത് ഡൽഹിയിലല്ല, ബോംബെയിലാണ്. ബോംബെയിലെ ചോർ ബസാറിലാണ്. ആ ചോർ ബസാറിലെ ജാലിയൻവാല മുഹമ്മദ് ഇഖ്ബാൽ വലിയാണെങ്കിൽ ഈ മുടി തന്നതിനു ശേഷം കേരളത്തിൽ എത്രയോ വലിയ പരിപാടികൾ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അണികൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഷെയ്ഖായി കൊണ്ടുവന്നിരുത്തേണ്ടത് ആരെയാ? ഇഖ്ബാൽ വലി ജാലിയൻവാലയല്ലേ. എന്ത് ഇഖ്ബാൽ വലി ജാലിയൻവാലയെ കൊണ്ടുവന്നില്ല? അപ്പൊ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന രൂപത്തിൽ ആരിഫ് ബറക്കാത്തി എന്ന് പറയുന്ന മർക്കസിൽ പഠിക്കുന്ന ഉത്തരേന്ത്യക്കാരനായ ഒരു ശിഷ്യൻ, അയാളുടെ കൈ 2 മുടി കണ്ടു. ഇതേതാ മുടി? ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. അപ്പൊ അബൂബക്കർ മുസ്ലിയാർ എനിക്ക് കിട്ടുമോ? പിന്നെ റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനല്ലേ, അപ്പൊ നിങ്ങൾക്ക് വേണോ? അങ്ങനെ പോയി വേറെ 3 എണ്ണം വിളിച്ചോണ്ട് വന്നു. അങ്ങനെ 3 എണ്ണം അവിടുന്ന് എടുത്തോണ്ട് വന്ന് അത് അബൂബക്കർ മുസ്ലിയാർക്ക് കൊടുത്തു. അങ്ങനെ അബൂബക്കർ മുസ്ലിയാർ അതിങ്ങനെ പബ്ലിസിറ്റി ചെയ്ത് മെല്ലെ 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 ഈ മുടിമുക്കിയ വെള്ളം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യന്റെ പോക്കറ്റും അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഈമാനും ഒരുപോലെ കൊള്ളയടിച്ച് മുന്നോട്ട് പോയപ്പോ ഇതന്വേഷിച്ചിട്ട് അമ്പലക്കടവടക്കമുള്ള ആളുകൾ നേരെ ബോംബെയിലേക്ക് വണ്ടി കയറി. ചോർ ബസാറിലെ ഇഖ്ബാൽ വലി ജാലിയൻവാലയുടെ 3ാം നില ബിൽഡിങ്ങിന് മുകളിൽ ചെന്നപ്പോ ഇടയ്ക്ക് ഇയാളും ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് വല്ല വകുപ്പുണ്ടോ? കാര്യം ആരിഫ് ബറക്കാത്തിക്ക് കൊടുത്തു, അബൂബക്കർ മുസ്ലിയാർക്കും കൊടുത്തു, നമുക്കൊരെണ്ണം കിട്ടുമോന്ന് ചോദിച്ചപ്പോ അതേ നേരെ പോയി ആ കെട്ടെടുത്തോണ്ട് വന്ന് തുപ്പൽ തൊട്ട് 3 എണ്ണം എണ്ണിക്കൊടുത്തു. 3 എണ്ണം. അങ്ങനെ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോ ജാലിയൻവാലക്കൊരു സങ്കടം, എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ, അവിടുന്ന് അധ്വാനിച്ച് ബുദ്ധിമുട്ടി കേരളത്തിൽ നിന്ന് വന്നല്ലേ, ആ 3 എണ്ണം ആ ചോദിച്ച വകയില് ബാക്കി 5 എണ്ണം പോണ വഴിക്ക് ഇരിക്കട്ടെ, അങ്ങനെയല്ല 4 എണ്ണം ഇരിക്കട്ടെ, അങ്ങനെ മൊത്തം 7 മുടി. എന്നുവെച്ചാൽ റസൂലുള്ളാഹിനെ മുടിക്കുന്ന ഒരു വിലയില്ല, ഗോഡോണിൽ ഇങ്ങനെ കിടക്കുകയാണ്. 7 മുടിയാണ് അമ്പലക്കടവിന് കൊടുത്തത്. ആര്? ജാലിയൻവാല. അമ്പലക്കടവ് അത് കൊണ്ടുവന്ന് ഇവിടെ നേരിൽ നോക്കിയപ്പോ പെടാന്നിഴല്, ചെറിയൊന്നുമല്ല, പെടാന്നിഴല് മാത്രമല്ല, കത്തിച്ചു നോക്കിയപ്പോ മുഴുവൻ കത്തിപ്പോയി. മാത്രല്ല ആ മുടി കോഴിക്കോട് പ്രദർശനത്തിന് വെച്ചു. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അതാ എനിക്ക് കൊടുത്ത അതേ അടുത്ത് നിന്ന് അമ്പലക്കടവ് മറുപക്ഷത്തുള്ള ഈക്കക്കാരൻ പോയി മുടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചാല്, ഇവര് കോഴിക്കോട് കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചിരിക്കണം. വരുന്നവർക്കൊക്കെ ടോർച്ചടിച്ച് നോക്കാൻ നിഴലുണ്ടോ നോക്കണം, മനസ്സിലാക്കണം. അവസാനം അടിക്കണമെന്നൊക്കെ നിഴല് 10-15 കണ്ടു. അവസാനം ഇത് പ്രശ്നമായി. ഇവിടുന്ന് പോയി, അല്ല നിങ്ങളുടെ മുടി കൊണ്ടുവന്ന് കോഴിക്കോട് പ്രദർശനത്തിൽ വെച്ച് ആകെ നാശൂശി ആയിട്ടുണ്ട്, അതുകൊണ്ട് ആ മുടി ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇഖ്ബാൽ വലി ജാലിയൻവാല ആളയച്ചു. മുടി തിരിച്ചു കൊടുത്തു വിടണം 7 എണ്ണം. അപ്പൊ എങ്ങനെ 7 എണ്ണം കൊടുത്തു വിടുക? 7 എണ്ണം എങ്ങനെ കൊടുത്തുവിടും? കത്തിച്ചു പോയില്ലേ 2 എണ്ണം. ഇത് കത്തോന്ന് നോക്കിയിട്ട് കത്തിപ്പോയില്ലേ 2 എണ്ണം. അപ്പൊ എന്ത് ചെയ്യൂ? അവസാനം നിർവാഹമില്ല, ജാലിയൻവാല മുടി തിരിച്ചു ചോദിക്കുന്നു എന്ന് കണ്ടപ്പോ ഇവരാകെ പ്രശ്നത്തിലായി. അപ്പോഴാണ് ഇവരിങ്ങനെ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോ സമസ്താലയം അടിച്ചു വാരാൻ വന്ന അമ്മുച്ചേച്ചി ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ട് പോയപ്പോ ഈ സമസ്ത നേതാക്കൾ എന്ന് പറഞ്ഞു, അമ്മുച്ചേച്ചി പ്ലീസ് ഹെൽപ്പ്, സഹായിക്കേ. എന്താ വേണ്ട? ഇങ്ങോട്ട് 2 മുടി, വേറൊന്നും വേണ്ട. അങ്ങനെ അമ്മുച്ചേച്ചി തലേന്ന് 2 മുടി പറിച്ചു കൊടുത്തു. ആ മുടിയാണ് തിരിച്ച് ബോംബെയിലേക്ക് പോയത്. ഇത് അമ്മുച്ചേച്ചിയുടെ മുടിയാണെന്ന് പോലും ജാലിയൻവാല തിരിച്ചറിഞ്ഞില്ല. ശറഫാക്കപ്പെട്ട മുടിയുടെ കൂട്ടത്തിൽ സയ്യിദത്ത് അമ്മു, സമസ്താലയത്തിലെ അടിച്ചു വാരുന്ന പെണ്ണിന്റെ മുടി ശറഫായ മുടിയായി എടുത്തു വെച്ചു. അങ്ങനെയാണ് അമ്മു മുടി എന്ന് പേര് വന്നത് ഈ മുടിക്ക്. അമ്മുമുടി. ഇത് കളിക്കുന്ന കളി നിങ്ങൾ ഈ ഉസ്താദുമാരും ഈ വലിയ ഹോജാക്കന്മാരും നീളക്കുപ്പായവും GMCയും ഒക്കെയായി നടക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് കളിക്കുന്ന കളി എത്ര അപകടകരമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ടും അവസാനിച്ചില്ല. പിന്നെ നോക്കുമ്പോ ഇതാ ഓരോന്നോരോന്ന് ഇറങ്ങി പുറത്തു വരികയാണ്. പുറത്തു വന്നിട്ട് പറഞ്ഞ വാചകം എന്താണ്? ഈ സനദ് വായിച്ചതിനു ശേഷം പുറത്തു വന്ന സഖാഫി, ഈ മർക്കസിലെ ഓഫീസിൽ വർക്ക് ചെയ്ത സഖാഫി പുറത്തു വന്നുകൊണ്ട് പറയുന്ന വാചകം എന്താ?
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിനു മുന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരുകേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനത് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന 2 കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകത ഉണ്ടായത്. തുടർന്ന് സനതുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പരരേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും 2 കൂടി കൊളത്തി ടാക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സന്നദ്ധ ഉണ്ടായത്. അതാണ് ഈ കൊളട്ടക്കൽ വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കി. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാക്കഫി എന്നയാൾ കൃത്രിമ സനതുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി. മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് EK സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു. ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സനത് കൃത്രിമമാണെന്ന വെളിപ്പെടുത്തലും ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. മനസ്സിലാക്കണം. അപ്പൊ സംഭവം എന്താണ്? ഗൾഫിലുള്ള സുഹൃത്തിന് അബൂബക്കർ മുസ്ലിയാർ 2 മുടി കൊടുത്തു. അപ്പൊ ഗൾഫിലുള്ള സുഹൃത്ത് പറഞ്ഞു മുടി മാത്രം പോരാ, സനത് വേണം, സനത് കൂടെ വേണം. അങ്ങനെ ആ സനദിന് വേണ്ടിയിട്ട് തിരിച്ച് അബൂബക്കർ മുസ്ലിയാർ ഇവിടെ വരുന്നത്. സനതുണ്ടോ? സനദില്ല. ഈ ജാതി അമ്മൂന്റെ മുടിയല്ലേ. അപ്പൊ സനദില്ല, പിന്നെന്താ ചെയ്യാ? അപ്പൊ തന്റെ ശിഷ്യൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മുഹമ്മദ് സഖാഫി വിളിച്ചേൽപ്പിക്കുക, മോനെ ഒരു സനദം കെട്ട് ഉണ്ടാക്കുക, ഇതൊരു സനദം കെട്ട് ഉണ്ടാക്കിയാടി. അങ്ങനെ സനതുണ്ടാക്കാൻ പറഞ്ഞപ്പോ അന്തം വിട്ടിരിക്കുക, പഠിച്ചോരെ ഇതെന്ത് അതാപാട്, എന്ത് സനതുണ്ടാക്കി, ഇതൊന്ന് പുള്ളളിയാ. ഉടൻ തന്നെ മൂപ്പര് അവിടുന്ന് രാജിവെച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല, അയാളുടെ കൽബിന്റെ ഏതോ മൂലയില് ഈമാന്റെ ഒരു ചെറിയ കണിക. അവിടെ മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ വേറൊരു ബാക്കവി ഉണ്ട് അവിടെ, നമ്മുടെ കുത്തുഫുൽ ആലം എന്ന കിതാബ് എഴുതിയ ബാക്കവി. അത് പിന്നെ പിൻവലിപ്പിച്ചു. ആ ബാക്കവിയെ കൊണ്ട് ഇവർ വേറെ ഖാദിരിയ തരീഖത്തിന്റെ സിൽസില, അതാണ് ഖാദിരി 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 പോക്കര് ഖാദിരി, പിന്നെ അവസാനം ഒരു മാതിരി എന്ന് പറഞ്ഞില്ലേ. ആ ഖാദിരി വന്നത് മുഴുവനും ഖാദിരിയ തരീഖത്തിന്റെ സിൽസിലയാണ്. ഖാദിരിയ തരീഖത്തിന്റെ സിൽസില എവിടെ ചെല്ലും? അത് മുഹീദ്ദീൻ ശൈഖിന് ചെല്ലും. പിന്നെ അവിടുന്ന് മുഹീദ്ദീൻ ശൈഖ് വഴി അങ്ങോട്ട് ചെല്ലും. അത് ഹസൻ ഹുസൈൻ, രണ്ടുണ്ട് നാം ഖുത്ബിയത്തിൽ പറഞ്ഞത് പരമ്പര. മുഹീദ്ദീൻ ശൈഖിന് ഹസനും വൽ ഹുസൈൻ, അൽ ഹസനൈൻ വൽ ഹുസൈനൈൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ആ ഹസൻ ഹുസൈൻ വഴി പോകും. അത് പിന്നെ ആര് ചെല്ലും? അലി ഇബ്നു അബീ താലിബിൽ ചെല്ലും. അലി ഇബ്നു അബീ താലിബിന്റെ ഒറ്റച്ചാട്ടം അങ്ങോട്ട് നബിയിലേക്ക് ചെല്ലും. ഇതാ സനത്. ഖാദിരിയ തരീഖത്തിന്റെ സനത് എന്ന് പറഞ്ഞിട്ട് ഈ സനതാണ് യഥാർത്ഥത്തിൽ മാറ്റിമറിച്ചു കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഇത് എന്തിനാ? ഗൾഫിലെ സഹോദരന് മുടി കൊടുത്തപ്പോ ഗൾഫിലെ സഹോദരൻ പറഞ്ഞു മുടി മാത്രം പോരാ, സനത് കൂടി കിട്ടിയാൽ നന്നായിരുന്നു. ആരാണ് ആ ഗൾഫിലെ സഹോദരൻ? അയാളാണ് പിന്നെ വന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അടുത്തത് ഗൾഫിൽ ആ കൊടുത്ത മുടി കൊടുത്ത സഹോദരൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്ത് സയ്യിദന്മാര് മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ
അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവர்களോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നമുക്ക് ഈ മൗലവിമാരെ കുറിച്ച് ഓർക്കുമ്പോഴല്ല സങ്കടം, ആ കൂന്ന മനുഷ്യന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. എന്ത് ജാതി മനുഷ്യരാണ് ഇവര്, ഇത്രയും പച്ചക്ക് നിന്ന് കബളിപ്പിക്കണം. ആഖിറം എന്നുള്ള ആ ഒരു ചിന്ത വഴിക്ക് പോയിട്ടില്ല, മരിക്കണം എന്നുള്ള ചിന്ത വഴിക്ക് പോയിട്ടില്ല. നേരെ മറിച്ച് അവിടെയും നമുക്കറിയാം, തട്ടിപ്പിനിടയിൽ ഒരു വെട്ടിപ്പ് എന്ന് പറഞ്ഞ പോലെ ഈ മുടി ഏതാ, ഈ പറഞ്ഞ ഗൾഫിലെ സഹോദരൻ അബൂബക്കർ മുസ്ലിം ആദ്യം അങ്ങോട്ടാ മുടി കൊടുത്തത്, ഇവിടുന്ന് മുടി അങ്ങോട്ടാ കൊടുത്തത്. ആ മുടി കിട്ടിയാളാ ഹസ്രജി, ആ ഹസ്രജി ആ സനത് ചോദിച്ചത്, ആ സനതാണ് ഇവിടെ കള്ളസനത് ഉണ്ടാക്കിയത്. അവസാനം കുറച്ചു കഴിഞ്ഞപ്പോഴോ ആ ഹസ്രജി തന്നെ മുടിയും കൊണ്ടുവരുന്നു. എങ്ങോട്ട്? അബൂബക്കർ മുസ്ലിനൊക്കെ തിരിച്ചു കൊടുക്കാൻ. ഞാൻ എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാറുണ്ട്. സാധാരണ കൊല്ലത്ത് നിന്ന് കയറുന്നതാണ് അണ്ടിപ്പരിപ്പ് അബൂദാബി, എന്നിട്ട് അത് അബൂദാബിന്ന് വാങ്ങി ഇവിടെ കൊണ്ട് നമ്മൾ കഴിക്കും. മനസ്സിലായ? കൊല്ലത്തുനിന്ന് പോയ അണ്ടിപ്പരിപ്പ് അവിടുന്ന് വാങ്ങി വടുതലേക്ക് കൊണ്ടുവന്ന് കഴിക്കുന്ന മനുഷ്യന്മാരാ നമ്മള്. കാരണം വെച്ചാല് കൊല്ലത്തുനിന്ന് വാങ്ങിയ വില ഉണ്ടല്ലോ, മറ്റേത് ഗൾഫിൽ നിന്ന് വന്നപ്പോ കിട്ടിയതാ. ഇതുപോലെ അബൂബക്കർ മുസ്ലിയാർ ഇവിടുന്ന് വിട്ടത്, അല്ലെങ്കിൽ ബോംബെന്ന് കയറ്റിവിട്ട മുടി അവിടുന്ന് തിരിച്ചിവിടെ കൊണ്ടുവരുന്നു. നിങ്ങൾ ആലോചിക്കുക എന്തെല്ലാം ചതികളാ ഇവിടെ നടത്തുന്നത് എന്ന്. മാത്രമല്ല, പിന്നെ നോക്കുമ്പോൾ ഡൽഹിയിൽ ഒരാള് അഹമ്മദ് ബാക്കറോ ഒരാൾ, ഞാൻ വിചാരിച്ചു ഡൽഹിയിലെ മുടി എന്ന് പറയാൻ പോകണമെന്നല്ല, ഡൽഹിയിൽ മുടി സൂക്ഷിക്കുന്ന ഒരാള് കൂടി ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അല്ല, ഡൽഹിയിലെ മുടിയല്ല. അപ്പോ ഓരോന്നിലും കളവ്. സ്വപ്നം കണ്ടു എന്ന കള്ളക്കഥ, റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ട് റസൂല് പറഞ്ഞതാണത്രേ. എന്താ റസൂല്? റസൂൽ ഇങ്ങനെ വിഷമിക്കാണ്, അബൂബക്കർ മുസ്ലിയാർക്ക് മുടിയില്ല. എന്നിട്ട് നേരെ അബൂദാബി ചെന്നിട്ട് ഹസ്രജിയോട് പറയാം, ഇല്ല കാലി കോച്ച് വേഗം പോയിക്കോ കോഴിക്കോട്ടേക്ക്. കാര്യം അവിടെ ആരുള്ളത്? അവിടെ അബൂബക്കർ മുസ്ലിം. വേഗം എന്റെ മുടി അവിടെ എത്തിക്ക്. കാര്യം മൂപ്പർക്ക് കുറച്ച് ബിസിനസ് ഒക്കെ നടത്താനുള്ളതാ, ഇച്ചിരി ഇടിവുണ്ട്. മനസ്സിലാക്കണം, ഇത് റസൂൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിട്ടതാണ്. ഇത് ദീനിന്റെ സംസ്കാരമല്ല സുഹൃത്തുക്കൾ. ഒന്നൊന്ന് റസൂലുള്ളാഹിയെ അപമാനിക്കലും ഇവന്റെ കച്ചവടത്തിൽ റസൂലുള്ളാഹിയെ ഉപയോഗിച്ച് പ്രവാചകന്റെ പേരിൽ പച്ച നുണകൾ അച്ചടിച്ചിറക്കി അത് പരസ്യമായി ആൾക്കൂട്ടത്തെ വിളിച്ചു പറയുകയാണെങ്കിൽ ദീനിന്റെ ചരിത്രം വളരെ കൃത്യമായി പറയണേ, പഠിക്കണേ, മനസ്സിലാക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകനാണോ എന്ന വിഷയത്തിൽ സംശയമുള്ള ദാനിയാൽ എന്ന പ്രവാചകൻ, അദ്ദേഹം പ്രവാചകനാണോ അല്ല സ്വാലിഹായ മനുഷ്യനാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും സ്വാലിഹായ മനുഷ്യനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം പ്രവാചകനാണ് എന്ന് അഭിപ്രായപ്പെടുന്ന വലിയൊരു സംഘം ആളുകളുണ്ട്. ആ ദാനിയാൽ പ്രവാചകൻ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിന് ഒരു ദുആയും മറ്റുമൊക്കെ ഉണ്ട്, അത് ഞാൻ കടന്നു പറയുകയല്ല. നേരെ മറിച്ച് ആ ദാനിയാൽ പ്രവാചകൻ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോ മഹാനായ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു മദീനത്ത് ഖുറാസാൻ പട്ടണത്തിൽ അവിടെ ഇസ്ലാമിക സമൂഹം വിജയക്കൊടി പാറിച്ച് ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു മയ്യിത്ത് കിട്ടുകയാണ്. ദ്രവിച്ചിട്ടില്ലാത്തൊരു മയ്യിത്ത് കിട്ടുകയാണ്. ആളുകൾ പറഞ്ഞു ഇത് ദാനിയാൽ പ്രവാചകന്റെ മയ്യിത്താണെന്ന് ആളുകൾ പറഞ്ഞു. ആളുകളെല്ലാവരും പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുടിയല്ല, ഒരു നഖമല്ല, അതല്ലെങ്കിൽ ഒരു അമാമത്ത്, ഒരു തലപ്പാവല്ല, ഒരു വടിയല്ല, നേരെ മറിച്ച് ഒരു പ്രവാചകന്റെ ഫുൾ ബോഡി അങ്ങനെ തന്നെ, ഒരു പ്രവാചകന്റെ ഫുൾ മയ്യിത്ത് അങ്ങനെ തന്നെ കിട്ടുകയാണ്. ഇതെന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു വിഷമിക്കുകയാണ്. ഉടൻ തന്നെ കതബ ഇലാ ഉമർ ഫീ അംരിഹി, അദ്ദേഹം അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ്. കത്തെഴുതിയപ്പോ പറയാണ് ഒരു മയ്യിത്ത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ദാനിയാൽ പ്രവാചകന്റേതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ മയ്യിത്തിന്റെ കൂടെ കുറച്ച് നാണയങ്ങളുണ്ട്, ഒരു ഏടുണ്ട്, അതുപോലെ തന്നെ ഒരു ഖാത്തം അഥവാ ഒരു മോതിരവും ഉണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി എഴുതുകയാണ്, അതെ, ആ നാണയം എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വതക്ക ചെയ്യാം, അല്ലെങ്കിൽ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാം. ആ മോതിരം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം.
അതുപോലെ തന്നെ ആ ഏടും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ മോതിരം നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം. എന്നാൽ ആ മയ്യത്ത് നിങ്ങൾ മറമാടണം. ആ മയ്യത്ത് മറമാടുന്ന ഘട്ടത്തിൽ എവിടെയാണ് ആ മയ്യത്ത് മറമാടുന്നത് എന്നൊരു വിവരവും ഒരാൾക്കും കിട്ടാത്ത രൂപത്തിൽ അയ്യുദ്ഫിനഹു വഅയ്യുഗയ്യിബ അനിന്നാസി മൗദിഅ ഖബരിഹി. ഇനി വരുന്ന ആളുകൾ അതേ ദാനിയാൽ പ്രവാചകന്റെ മയ്യത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് ചുറ്റും കൂടി ഉറൂസും ആരവങ്ങളും കച്ചവടങ്ങളും പൊടിപൊടിക്കലുമായി ആളുകൾ അത് ഇതാ ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ വഅയ്യുഗയ്യിബ അനിന്നാസി മൗദിഅ ഖബരിഹി. അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണെന്ന് മറ്റുള്ള ആൾക്കാർക്കും അറിയാത്ത രൂപത്തിൽ അതേ കൈകാര്യം ചെയ്യണമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സന്ദർഭത്തിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിൽ കാണാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് അതേ അവരെ കൊണ്ട് 4-5 കുഴികൾ പലയിടങ്ങളിലും പല ഖബറുകളും കുഴിപ്പിച്ചിട്ട് അവരുടെ മേലങ്ങ് ശിക്ഷ നടപ്പാക്കി കൊന്നുകളഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിൽ പുള്ളികളെ കൊണ്ടുവന്ന് ഖബർ കുഴിപ്പിച്ചിട്ട് ആ ഖബർ കുഴിച്ചു കഴിഞ്ഞപ്പോ വധശിക്ഷ നടപ്പാക്കി. എന്നിട്ട് ആർക്കും അറിയാത്ത ഒരിടത്തിൽ ആ പ്രവാചകൻ ദാനിയേൽ പ്രവാചകന്റെ മയ്യത്ത് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇറക്കി വെച്ചു. എന്ന് മാത്രമല്ല മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ഫലം യഅലം മൗദിഅ ഖബരിഹി ഗൈറു അബൂ മൂസ അശ്അരിക്കല്ലാതെ ആ ഖബർ എവിടെയാണെന്നത് വേറെ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. മനസ്സിലാക്കണം, ഒരു മുടിയല്ല, നഗല്ല. അന്ന് അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പില്ല. അബൂ മൂസ അശ്അരി അബൂബക്കർ മുസ്ലിയാരുടെ ആ മൈൻഡുള്ള ആളുമല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരം ചിന്തിക്കുന്ന ആളല്ല. അവർക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും ഇസ്ലാമും സംരക്ഷിക്കണം, ദീൻ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അവർ സ്വീകരിച്ച നിലപാട് വളരെ വ്യക്തമാണ്. ഒരു തരത്തിലും അനിസ്ലാമികമായ ജഹാലത്തിൻ്റെതായ ഒരു അറിവും സമൂഹത്തിന് കൈമാറാൻ പാടില്ല. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അതെ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ പ്രവാചക, അങ്ങയോട് വിദ്വേഷം വെക്കുന്നവനാണ് വാലറ്റവൻ. അത് ഖുർആൻ പറയാൻ കാരണം റസൂലുള്ളാഹിക്ക് ജനിക്കുന്ന ആൺകുട്ടികൾ മരിച്ചപ്പോ റസൂലുള്ള വാലറ്റവനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ ഖുർആൻ പറഞ്ഞ മറുപടിയാണെങ്കിൽ അതേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകന്റെ കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെടുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് കിട്ടിയ പ്രവാചകൻ ഒരുപാട് ഓമനിച്ച മകനാണ് ഇബ്രാഹിം എന്ന കുട്ടി. അതേ, ആ ഇബ്രാഹിം എന്ന കുട്ടി ഫഅതാഹു ഇബ്രാഹിമ മിൻ സുരിയ്യ വ ഉമ്മുഹു മറിയത്തുൽ ഖിബ്തിയ്യ. എന്ന് ചെറുപ്രായത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മദ്രസകളിൽ? ആ മറിയത്തുൽ ഖിബ്തിയ്യയിലൂടെ പ്രവാചകന് കിട്ടിയ ഇബ്രാഹിം എന്ന കുട്ടി. അതുപോലെ തന്നെ ആ പ്രവാചകന്റെ മറ്റാൺമക്കൾ ഓരോരുത്തരായി മരിച്ചു. കൂട്ടത്തിൽ പ്രവാചകൻ ഏറ്റവും പ്രിയം വെച്ച മകൻ, ആ മകനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൈനബ് റളിയല്ലാഹു അൻഹ വിവരമറിയിക്കുകയാണ്, കുട്ടിക്ക് തീരെ സുഖമില്ല, വേഗമൊന്ന് വരണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ഓടി ചെല്ലുകയാണ്. തന്റെ പിഞ്ചോമന പ്രവാചകൻ ഒരുപാട് ഓമനിച്ച മോനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ലാളിച്ച മോനാണ്. കാരണം ആ പ്രവാചകന്റെ കുട്ടിയാണ്. പ്രവാചകൻ ആ കുട്ടിക്ക് പേരിട്ടത് പോലും തന്റെ പിതാവായ തന്റെ ഉപ്പയായ ഇബ്രാഹിമിന്റെ പേരാണ്. ആ ഇബ്രാഹിമിന്റെ പേരിട്ട് റസൂലുള്ളാഹി ഓമനിച്ച മകനെ പ്രവാചകൻ ഇരുകൈയിലേക്കും ഏറ്റെടുക്കുമ്പോ പ്രവാചകന്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് പിടഞ്ഞ ആ കുഞ്ഞു മരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുമ്പോ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് കരയുകയാണോ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറഞ്ഞ വാചകം ഹാദിഹി റഹ്മാ, ഇത് കാരുണ്യത്തിന്റെ കണ്ണീരാണ്. ജഅലല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു തന്റെ അടിയാറുകളുടെ ഖൽബിൽ ഇട്ടു തരുന്ന കാരുണ്യത്തിന്റെ കണ്ണീരാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് പറയാണ്, തന്റെ കയ്യിലിരുന്ന് പിടഞ്ഞു മരിച്ച
മകനെ നോക്കി റസൂല് പറയാണ്, ഇന്നി ലമഹ്സൂനും ബിഫിറാഖിക യാ ഇബ്രാഹീം. മോനെ ഇബ്രാഹിമേ, ഉപ്പയുടെ കൽബ് വേദനിക്കുന്നുണ്ടടാ, ഉപ്പക്ക് വിഷമമുണ്ടടാ, നിന്റെ വേർപാടിൽ ഉപ്പ ദുഃഖിക്കുന്നുണ്ടടാ എന്ന് റസൂലുള്ളാഹി കണ്ണീര് വാർത്തുകൊണ്ട് പറയുന്ന നേരത്ത് പുറത്താകട്ടെ ശത്രുക്കൾ ഇളകി മറിയുകയാണ്, ദീനിന്റെ എതിരാളികൾ ഇളകി മറിഞ്ഞുകൊണ്ട് പറയുകയാണ്, കണ്ടില്ലയോ അവസാനം അവശേഷിച്ച മുഹമ്മദിന്റെ ആൺതെരിയും ഇതാ വിട പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴാണ് ഇതാ പെട്ടെന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചത്. ആ റസൂലുള്ളാഹിന്റെ നെഞ്ചു പൊട്ടി നിൽക്കുന്ന സഹാബത്ത് സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, കണ്ടില്ലയോ ദീനിന്റെ ശത്രുക്കളെ നിങ്ങൾ കാണുന്നില്ലയോ? ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ വേർപെട്ട നേരത്ത് സൂര്യൻ പോലും കരയുന്നത് കണ്ടില്ലയോ? വാനം നിലവിളിക്കുന്നത് കണ്ടില്ലയോ? എന്നിങ്ങനെ പ്രവാചകന്റെ സ്വഹാബത്ത് ഇങ്ങനെ പറയുന്ന വിവരം മയ്യത്തിന്റെ സമീപത്ത് നിൽക്കുന്ന പ്രവാചകൻ അറിയുകയാണ്. ഉടൻ തന്നെ റസൂലുള്ള ഇറങ്ങി ഓടുകയാണ്. പ്രവാചകൻ തന്റെ അണികാനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഓ പുരുഷന്മാരെ, നിങ്ങൾ ആരും അതേ നെരിയ അണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്, അത് അഹങ്കാരമാണെന്നല്ലേ റസൂല് പറഞ്ഞത്. പക്ഷേ അന്ന് ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച നേരത്ത് ആ സൂര്യഗ്രഹണം ബാധിച്ച അവസ്ഥയിൽ പ്രവാചകൻ പള്ളിയിലേക്ക് ഓടിയ ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ വസ്ത്രം നിലത്തിങ്ങനെ ഇഴയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വസ്ത്രം നിലത്തിഴയുന്നത് പോലും ശ്രദ്ധിക്കാതെ പ്രവാചകൻ പള്ളിയിലേക്ക് ചെന്നിട്ട് ബിലാലിനെ വിളിച്ചു പറയുന്നു, വിളിയടോ, എന്റെ അണികളെ മുഴുവനും പള്ളിയിലേക്ക് വിളിയടോ. മഹാനായ ആ ബിലാൽ മുഅദ്ദിൻ എഴുന്നേറ്റ് വിളിക്കുന്നു, അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ. മദീനയിൽ ഉണ്ടായിരുന്ന ആണും പെണ്ണും ഒന്നടങ്കം ഓടി വരികയാണ് പള്ളിയിലേക്ക്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നാര മകളായ ആയിഷ ബീവിയുടെ സഹോദരിയായ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഞാൻ പള്ളിയിലേക്ക് ഓടിച്ചെല്ലുമ്പോ പള്ളി നിറയെ ജനങ്ങളാണ്. ആളുകൾ പള്ളിയും വിട്ട് ആയിഷുമ്മാന്റെ വീടിനകത്തടക്കം ആളുകൾ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ നീണ്ടിട്ടുണ്ട്. അത്രമാത്രം ജനങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്തുൽ കുസൂഫ് നിർവഹിച്ചതിനു ശേഷം പ്രവാചകൻ മിമ്പറിലേക്ക് കയറിയിട്ട് തന്റെ സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹ് ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. നാഗരികതയുടെ നായകനായ, ഉത്തരാധുനികതയുടെ നേതാവായ, ലിവാഉൽ ഹംദിന്റെ വാഹകനായ, മോഡേണിറ്റിക്ക് നേതൃത്വം നയിക്കാൻ വന്ന ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കുറിച്ചൊരു തെറ്റായ വിശ്വാസം തന്റെ അണികൾ പരത്തിയപ്പോ മിമ്പറിൽ നിന്നുകൊണ്ട്, മദീനത്തെ മിമ്പറിൽ നിന്നുകൊണ്ട് റസൂൽ തിരുത്തുകയാണ്, കൂട്ടരെ, ഇന്ന ശംസ വൽ ഖമറ, തീർച്ചയായും സൂര്യനും ചന്ദ്രനും ആയത്താനി മിൻ ആയാത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട രണ്ടായത്തുകൾ മാത്രമാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ ജനനം കൊണ്ടോ ഒരാളുടെ മരണം കൊണ്ടോ സൂര്യന് ഗ്രഹണം ബാധിക്കൂല, ചന്ദ്രന് ഗ്രഹണം ബാധിക്കൂല. മേലാല് തോന്നിയാസം പറഞ്ഞു പോകരുത്. ഇതാ നേതാവ്, ഈ നേതാവിന്റെ അടികളാ നമ്മൾ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗരൂകരായിരിക്കണം. ഒന്നാമത് ദുആ, ആത്മാർത്ഥമായ ദുആ. ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്ന്, അകത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്ന് ദീനിനെയും ഈ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കണമെന്ന ആത്മാർത്ഥമായ ദുആ. രണ്ടാമത്, നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ വാക്കുകൊണ്ടാണെങ്കിലും നോക്കുകൊണ്ടാണെങ്കിലും ഒരു പോസ്റ്റർ കൊണ്ടാണെങ്കിലും ഒരു പോസ്റ്റ് കൊണ്ടാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനും പ്രവാചകന്റെ ഉമ്മത്തിനും കവചം തീർക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം ഉണർത്തി ഈ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹത്തായി ഈ സംരംഭത്തിന് വേണ്ടി പണിയെടുത്ത പരിശ്രമിച്ച മനുഷ്യർക്ക് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പാപങ്ങൾ കുമിഞ്ഞുകൂടിയ മനുഷ്യർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. തയ്യിബായി മരിക്കാൻ, പരിശുദ്ധരായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ ഉപ്പമാരെ ഉമ്മമാരെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാരണവന്മാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹ്.